السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. اللهم صل على محمد النبي عدد من صلى عليه من خلقك. اللهم صل على محمد النبي كما أمرتنا أن نصلي عليه وعلى آله وصحبه وسلم. اللهم صل على محمد النبي عدد من صلى عليه من خلقك. اللهم صل على محمد النبي كما ينبغي لنا أن نصلي عليه. اللهم صل على محمد النبي كما أمرتنا أن نصلي عليه وعلى آله وصحبه وسلم. اللهم صل على محمد النبي عدد من صلى عليه من خلقك. اللهم صل على محمد النبي كما ينبغي لنا أن نصلي عليه. اللهم صل على محمد النبي كما أمرتنا أن نصلي عليه وعلى آله وصحبه وسلم. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كلا إنها لظى نزاعة للشوى تدعو من أدبر وتولى وجمع فأوعى. إن الإنسان خلق هلوعا إذا مسه الشر جزوعا وإذا مسه الخير منوعا إلا المصلين الذين هم على صلاتهم دائمون والذين في أموالهم حق معلوم للسائل والمحروم. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. റഹ്മാനായ റബ്ബ്, നമ്മൾ ഈ ഒരുമിച്ച് കൂടിയതും പിരിയുന്നതും പറയുന്നതും കേൾക്കുന്നതുമൊക്കെ അവന്റെ സ്വർഗം നേടുവാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും ജീവിതത്തിൽ ഇരു വീട്ടിലും അഭിവൃദ്ധിയും സമൃദ്ധിയും ലഭിക്കാനും കാരണമാക്കി തരട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഇതുവരെ പറഞ്ഞെത്തിയത്, അങ്ങനെ ഒരു 2 മിനിറ്റെങ്കിലും സമയം
അങ്ങനെ ഒരു ചർച്ച നടത്തുന്നത് ആളുകൾ ഇങ്ങനെ അങ്ങോട്ട് ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ 2 മിനിറ്റ് കൊണ്ട് അതാണ്ട് തികയും ചെയ്യും. എന്നാൽ ഇന്ന് ചർച്ച ചെയ്യുന്ന ഭാഗം അവർക്ക് കേൾക്കാനും പറ്റും. മാത്രമല്ല, നമുക്ക് ശേഷം പറയുന്നത് മുമ്പ് പറഞ്ഞതുമായിട്ടുള്ള ബന്ധം അത് മനസ്സിലാക്കാനും കഴിയും. ഒറ്റ നോട്ടത്തിൽ കഴിഞ്ഞ 2 ദിവസങ്ങൾ പറഞ്ഞത് പറയുകയാണെങ്കിൽ, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്ന് നദർ ഇബ്നുൽ ഹാരിസ് എന്ന് പറയുന്ന ശത്രു മുത്തുനബിയെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു, എപ്പോഴാണ് മുഹമ്മദേ നീ ഈ പറഞ്ഞ പരലോകം, എന്നാണ് ഈ പുനരുത്ഥാനം, എന്നാണ് ഈ സ്വർഗവും നരകവും ഒക്കെ, എന്നാണ് ഈ ശിക്ഷയും രക്ഷയും ഒക്കെ, ഇതെപ്പോഴാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചുകൊണ്ട് പരിഹസിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞു, നബിയെ, ഒരു ചോദ്യകർത്താവ് വന്ന് അനിവാര്യമായും സംഭവിക്കേണ്ട ഒരു മഹാശിക്ഷയെക്കുറിച്ച് തങ്ങളോട് ചോദിച്ചുവല്ലേ, എന്നാലേ അത് നടക്കുന്ന നാളിൽ ആകാശത്തിന്റെ അധിപനായ തമ്പുരാൻ ആ ശിക്ഷ വരുത്തുമ്പോൾ അതിനെ തടയാൻ പറ്റിയ ഒരു കുട്ടിയും ഉണ്ടാവില്ല. അത് വരാനിരിക്കുന്നത് ദുർഘടമായ ഒരു ദിവസത്തിലാണ്. ആ ദിവസത്തിന്റെ നീളം, ആ ദിവസത്തിന്റെ ദൈർഘ്യം അള്ളാഹു പറഞ്ഞു, കുറച്ചൊന്നുമല്ല. 50,000 വർഷങ്ങളുടെ ദൈർഘ്യമാണ്. 50,000 വർഷങ്ങളുടെ ദൈർഘ്യമാണ് ആ ഒരു ദിവസത്തിന്. പരലോകത്തിന്റെ ദൈർഘ്യമാണ് ആ പറയുന്നത്. അതുകൊണ്ട് നബിയെ, അന്ന് ഇത് പച്ചയായി പുലരുന്ന സമയത്ത് ഇവർക്ക് ഈ ശിക്ഷ വരുമ്പോൾ ആ ശിക്ഷയെ തടയാൻ പറ്റിയ ഒരാൺകുട്ടിയും ഉണ്ടാവില്ല. ലൈസ ലഹു ദാഫിഅ മിനല്ലാഹി ദിൽ മആരിജ് തഅറുജുൽ മലായികതു വർ-റൂഹു ഇലൈഹി ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന ഫസ്ബിർ സ്വബ്റൻ ജമീലാ. അതുകൊണ്ട് നബിയെ, ഇങ്ങനെ ധൃതി കൂട്ടി ചോദിക്കേണ്ട, തിടുക്കം കൂട്ടി ചോദിക്കേണ്ട ഒരു സംഗതി അല്ല ഇത്. വന്നു കഴിഞ്ഞാൽ പ്രതിരോധിക്കാൻ ഇവർക്കൊന്നും കഴിയില്ല. വെറുതെ വിപത്ത് വിളിച്ചു വരുത്തണ്ടെന്ന് അവരോട് പറഞ്ഞേക്ക്. പിന്നെ അവർ ചോദിക്കുമ്പോഴേക്ക് അങ്ങ് വന്നില്ലെങ്കിൽ തങ്ങളുടെ പ്രസ്ഥാനം ഇവിടെ അഡ്രസ് ഇല്ലാതെ പോകുമെന്ന് തങ്ങൾ പേടിക്കണ്ട. പരീക്ഷണ നാളുകളായ ദുനിയാവില് അള്ളാഹു പെട്ടെന്ന് ഈ ശിക്ഷ ധിക്കാരികൾക്ക് നൽകുക എന്നില്ല. മാത്രമല്ല, യൗമുദ്ദീനിലാണ് ഇത് നൽകുമെന്ന് പറഞ്ഞത്. പ്രതിഫല നാളില് അന്നത്തേക്ക് ഇത് നീട്ടിവെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഫസ്ബിർ സ്വബ്റൻ ജമീല. അള്ളാനെ കൊഞ്ഞനം കുത്തുന്ന ഈ ടീമിനെന്താ ശിക്ഷ വരാത്തത് എന്ന് കരുതരുത് നബിയെ, തങ്ങൾ ക്ഷമിക്കണം. ഫസ്ബിർ സ്വബ്റൻ ജമീല. പ്രബോധന ഫീൽഡിൽ തങ്ങളെ തടയിടാൻ, അങ്ങയുടെ ആർജവം തകർക്കാൻ വേണ്ടിയിട്ട് നബിയെ ഇത്തരം പരിഹാസങ്ങളുമായി മുന്നോട്ട് വരുന്നവരുണ്ടാകും. തങ്ങൾ ഭംഗിയായി ക്ഷമിക്കണം. റബ്ബിനോട് പരാതികൾ പറയാതെ തങ്ങൾ ക്ഷമിക്കണം. അതാണ് ഭംഗിയായ ക്ഷമ. ഫസ്ബിർ സ്വബ്റൻ ജമീല. കുറേ ഇങ്ങനെ പരാതി പറഞ്ഞിട്ട് നേരം വെളുക്കോളും പടച്ചോനോട്, എന്താ പടച്ചോനെ നീ എന്നെ കൊണ്ട് കണ്ടത് എന്ന് ചോദിച്ച് ഇങ്ങനെ നേരം വെളുക്കോളും നമുക്ക് വന്ന ഒരു വിഷമത്തിന്റെ പേരിൽ പടച്ചോനെ ചീത്ത പറഞ്ഞ് നേരം വെളുക്കുമ്പോ എന്താ ചെയ്യാ, നമ്മൾ ക്ഷമിക്കുക എന്ന് പറയുന്നത് ക്ഷമയല്ല. ഫസ്ബിർ സ്വബ്റൻ ജമീല. ശിക്കായത്തില്ലാത്ത ക്ഷമ, സങ്കടം പറച്ചിൽ, പരാതികളില്ലാത്ത, സങ്കടം പറയാം, പരാതികളില്ലാത്ത, അള്ളാഹുവിനെ പറ്റി പരാതി പറയാത്ത ക്ഷമ, അതാണ് സ്വബ്റുൻ ജമീൽ. ഭംഗിയായി ക്ഷമിക്കണം. ഫസ്ബിർ സ്വബ്റൻ ജമീല. നബിയെ, തങ്ങൾ ക്ഷമിക്കുക. ആ ദിവസം വരുമ്പോൾ ഇവരൊക്കെ കൊണ്ടറിയാൻ പോകുന്നു. കണ്ടറിയാത്തവൻ കൊണ്ടറിയും. ഇന്നഹും യറൗനഹു ബഈദാ വനറാഹു ഖരീബാ. അവർ ഈ അവസാന നാളിനെ വളരെ വിദൂര സാധ്യതയായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മൾ അതിനെ കാണുന്നത് വളരെ വളരെ അടുത്ത് സംഭവിക്കാൻ പോകുന്ന കേസായിട്ടാണ്.
യൗമ തകൂനു സമാഉ കൽമുഹൽ വതകൂനുൽ ജിബാലു കൽഅഹ്. മുകൾ ഭാഗം, ഉപരിതലം, ആകാശലോകം മുഴുവനും എണ്ണച്ചണ്ടി ഉരുകിയൊലിക്കും പോലെ ഉരുകിയൊലിച്ച് പൊട്ടിപ്പിളർന്ന് തീരുന്ന ദിവസം. പർവ്വതങ്ങളായ പർവ്വതങ്ങളൊക്കെ അന്തരീക്ഷത്തിൽ പറപ്പിക്കപ്പെടുന്ന ദിവസം. അന്തരീക്ഷത്തിലൂടെ ധൂളികളായി പറപ്പിക്കപ്പെടുന്ന ദിവസം. അത് പരുത്തി പോലെയായി തീരുന്ന ദിവസം. ഇതിനൊക്കെ വിശദീകരണം ഇന്നലെ പറഞ്ഞു. വലാ യസ്അലു ഹമീമുൻ ഹമീമാ. അന്ന് ഉറ്റവരെ കുറിച്ച്, സ്നേഹിതൻ സ്വന്തം കൂട്ടുകാരനെ കുറിച്ച് ഒന്നും അന്വേഷിക്കുകയില്ല. നിനക്കെന്താ, സുഖമാണോ, വല്ല ഹെൽപ്പും വേണോ, ഒരന്വേഷണവും ഉണ്ടാവില്ല. വലാ യസ്അലു ഹമീമുൻ ഹമീമാ. എല്ലാവർക്കും അവനവന്റെ കാര്യം, സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന നിലപാടായിരിക്കും. ഇന്നലെ ഞാൻ ഓതിത്തന്നു ആയത്തിൽ കുല്ലി ഇംറിഇം മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീ. അന്ന് പരലോകത്ത് ഓരോരുത്തർക്കും സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന നിലപാടായിരിക്കും. ശഅ്നുൻ യുഗ്നീ. ഇതാണ് വരാൻ പോകുന്നത്. എന്നിട്ട് പറയുന്നു, എന്തുകൊണ്ടാണ് ഉറ്റവരെ കുറിച്ച് അന്വേഷിക്കാത്തത്? യുബസ്വറൂനഹു. അവർക്ക് അവരെ കാണിക്കപ്പെട്ടിട്ട് പോലും അവർ പരസ്പരം അന്വേഷണമില്ല. കാരണം അന്വേഷിക്കാത്തതിൽ പുതുമയില്ല, അത്ഭുതമില്ല. കാരണം യവത്തുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനീ. അന്ന് ഉറ്റവരോടുടയവരോടൊന്നും അന്വേഷിക്കൂല എന്നുള്ളതല്ല വിഷയം. അന്നത്തെ ദിവസം കുറ്റവാളികൾ ലൗ യഫ്തദി, മോചനം കിട്ടുമോ എന്ന് ആഗ്രഹിക്കുന്ന ദിവസമാണ്. മിൻ അദാബി യൗമിഇദിൻ, അന്നേ ദിവസത്തിന്റെ ശിക്ഷയെ തൊട്ട്, ബിബനീഹി, അവന്റെ മക്കളെ ദണ്ഡം ചെയ്തിട്ട് മോചനം കിട്ടുമെങ്കിൽ അവൻ മോചനം വാങ്ങും. മക്കളെ പകരം നരകത്തിലേക്കാട് വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഇവന് രക്ഷ കിട്ടുമെങ്കിൽ ഇവൻ മക്കളെ നരകത്തിലേക്ക് വിട്ടിട്ട് ഇവൻ സലാമത്താകാൻ നോക്കും. ബിബനി വസ്വാഹിബതിഹി, ജീവിത പങ്കാളിയെ നരകത്തിന് കൊടുത്തിട്ട് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ രക്ഷപ്പെടും. വഅഖീഹി, ജ്യേഷ്ഠനെയും അനുജനെയും ദണ്ഡം ചെയ്ത് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യും. വഫസീലതിഹി അല്ലതി തുവീ, അവനെ ആപൽഘട്ടങ്ങളിൽ, വിബൽ സന്ധികളിൽ അഭയം നൽകുന്ന അവന്റെ തറവാട്ടുകാരെ അവൻ വേണമെങ്കിൽ ഒന്നടങ്കം നരകത്തിന് സമ്മാനിച്ചിട്ട് തന്റെ ശരീരം സുമ്മയുൻസി, പിന്നെ അവന്റെ സ്വന്തത്തെ രക്ഷിക്കാൻ അവന് കഴിയുമെങ്കിൽ അവനത് നോക്കൂട്ടോ. ഇതാണ് പരലോകം. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അപ്പൊ സ്വന്തക്കാരെ ബലി കൊടുത്തിട്ട് തനിക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് ആലോചിക്കുന്ന ദിവസമാണ്. പിന്നെ ഇപ്പൊ സ്വന്തക്കാരുടെ വിവരങ്ങൾ അന്വേഷിക്കൂല, അവരെ ഹെൽപ്പ് ചെയ്യൂല, സഹായിക്കൂല എന്നൊന്നും പറഞ്ഞതിൽ അത്ഭുതമല്ലല്ലോ. ഇനി വരിക, കല്ലാ ഇന്നഹാ ലളാ, കല്ലാ ഇന്നഹാ ലളാ, കല്ലാ, വേണ്ട വേണ്ട, നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല കാര്യം. കല്ല, നീ വിചാരിച്ചതുപോലെയല്ല മോനെ കാര്യം. വാപ്പാനെ കൊടുത്തോ, മക്കളെ കൊടുത്തോ, ഉമ്മാനെ കൊടുത്തോ, പ്രിയപ്പെട്ടവളെ കൊടുത്തോ, സഹോദരനെ കൊടുത്തോ, സഹോദരിയെ കൊടുത്തോ, ലോകത്തൊരാളെ കൊടുത്തിട്ടും നിന്റെ ശരീരം നിനക്ക് രക്ഷിക്കാൻ കഴിയുമെന്ന് കരുതണ്ട. കല്ല, വേണ്ട വേണ്ട, നീ വിചാരിച്ചതുപോലെയല്ല കാര്യം. ഇന്നഹാ ലളാ, ഇന്നഹാ ലളാ, തീർച്ചയായും അത് നരകമാണ്. അത് നരകമാണ്. നിന്നെ പിടിച്ചൊതുക്കാൻ, നിന്നെ പിടിച്ച് വയറ്റിലാക്കാൻ തിടുക്കം കൂട്ടുന്നത് നരകമാണ്. ലളാ, ഇന്നഹാ ലളാ, തീർച്ചയായിട്ടും അത് കത്തിജ്വലിക്കുന്ന നരകമാണ് നിന്റെ മുമ്പിലുള്ളത്. കല്ലാ ഇന്നഹാ ലളാ നസ്സാഅതൻ ലിശ്ശവാ, നസ്സാഅതൻ ലിശ്ശവാ, തലയോട്ടി ഉരിച്ചു കളയുന്ന നരകമാണ്. തലയോട്ടി ഉരിച്ചു കളയുന്ന നരകമാണ്. തലയോട്ടി ഊരിക്കളയുന്ന നരകമാണ്. നസ്സാഅതൻ ലിശ്ശവാ തദ്ഉ മൻ അദ്ബറ വതവല്ല,
തദ്ഉ, ആ നരകം പേര് ചൊല്ലി വിളിക്കും. തദ്ഉ, നരകം പേര് ചൊല്ലി വിളിക്കും. മൻ അദ്ബറ, ആദർശ വ്യതിയാനം സംഭവിച്ചവനെ, ആദർശത്തിൽ നിന്ന് ആരാണോ വഴിമാറി സഞ്ചരിച്ചത് അവനെ നരകം പേര് ചൊല്ലി വിളിക്കും. വതവല്ല, ആരാധനയിൽ നിന്ന് ആരാണോ മാറിക്കളഞ്ഞത്, ഈമാനിൽ നിന്ന് പിറകോട്ട് പോയവനെ ആദ്യം പറഞ്ഞു മൻ അദ്ബറ. വതവല്ല എന്ന് പറഞ്ഞ ത്വാഅത്തിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞവനെ, അഥവാ നിസ്കരിക്കാനും നോമ്പൊൽക്കാനും ഖുർആൻ ഓതാനും ഒന്നും ആവാത്തവൻ ആരാ, അതിനാകാത്തവൻ ആരാ, അതിന് പറ്റാത്തവൻ ആരാ, അലസനാരാ, അവനെയും നരകം പേര് ചൊല്ലി വിളിക്കും. തദ്ഉ മൻ അദ്ബറ വതവല്ല വജമഅ ഫഔആ. വജമഅ, എവിടെന്നെങ്കിലുമൊക്കെ നാല് പാട്ടിൽ നിന്നും നാല് ഭാഗത്തു നിന്നും വലിച്ചു കൂട്ടി ഉണ്ടാക്കിയവൻ. വജമഅ, സമ്പത്ത് ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു അവൻ, അവനെയും നരകം പേര് ചൊല്ലി വിളിക്കുന്നു. ഹലാലും ഹറാമും ഒന്നും നോക്കിയില്ല, വിഹിതമോ അവിഹിതമോ എന്ന് നോക്കിയില്ല, പാടുണ്ടോ ഇല്ലയോ എന്ന് ചിന്തിച്ചില്ല, ആരുടെയെങ്കിലും കണ്ണീരുണ്ടോ എന്റെ സമ്പത്തിൽ എന്നാലോചിച്ചില്ല. എങ്ങനെയെങ്കിലും ഒക്കെ 10 റുപ്യ ഉണ്ടാക്കണം എന്ന നിയ്യത്ത് മാത്രം അങ്ങനെ 4 പാട്ടിൽ നിന്നും വലിച്ചു കൂട്ടിയ മനുഷ്യനില്ലേ. ഉണ്ടാക്കുമ്പോ അതിനൊരു മാനദണ്ഡവും ഇല്ലാതെ ഉണ്ടാക്കി, എന്നിട്ട് ആ ഉണ്ടാക്കിയ സമ്പത്ത് അവൻ കെട്ടിപ്പൂട്ടി വെച്ചു. കെട്ടിപ്പൂട്ടി വെച്ചു, ആർക്കും ഒന്നും കൊടുത്തില്ല. ലുബ്ധനാണ്, ദീനിന് കൊടുത്തില്ല, അള്ളാന്റെ മാർഗത്തിൽ കൊടുത്തില്ല, നല്ല വഴിക്കൊന്നും കൊടുത്തില്ല, നല്ല വഴിക്കൊന്നും അവൻ കൊടുത്തില്ല. ആ സമ്പത്ത് അവൻ കെട്ടിപ്പൂട്ടി വെച്ചു. 4 പാട് നിന്നും ഹലാലും ഹറാമും ഒന്നും നോക്കാതെ വലിച്ചുകൂട്ടി ആ സമ്പത്ത് കെട്ടിപ്പൂട്ടി വെച്ചവനാരാണോ അവനെ നരകം പേര് ചൊല്ലി വിളിക്കുന്നതാണ്. നരകം പേര് ചൊല്ലി വിളിക്കും. ഇൻഷാ അല്ലാഹ് തഫ്സീറിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഞാൻ ആദ്യം അതിന്റെ അർത്ഥം ഒന്ന് പറയാം. ഇന്ന് ഇത്രേ പറയുന്നുള്ളൂ. ഈ പറയുന്നതിന്റെ അർത്ഥം ഒന്ന് പറയാൻ വേണ്ടിയിട്ട്, ആദ്യം ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൊത്തത്തിൽ അതൊന്ന് വായിച്ചത്. നരകം പേര് ചൊല്ലി വിളിക്കുന്നവരൊക്കെ 4 വിശേഷണങ്ങളാ അല്ലാഹു സൂറത്തുൽ മാരിജിൽ പറഞ്ഞത്. മൻ അദ്ബറ വതവല്ല വജമഅ ഫൗഅ. ഈമാനിൽ നിന്ന് വ്യതിചലിച്ചവൻ, ആരാധനയിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞവൻ, ലക്കും ലഗാനുമില്ലാതെ സമ്പാദിച്ചവൻ, അതിന്റെ തീരുവകൾ അടക്കാതെ കെട്ടിപ്പൂട്ടി വെച്ചവൻ, ഈ 4 ആളെയും നരകം പേര് ചൊല്ലി വിളിക്കും. ഇൻഷാ അല്ലാഹ് ആ ഭാഗം നമുക്ക് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ സ്വഹാബത്തിൽ നിന്ന്, താബിഈങ്ങളിൽ നിന്ന്, മഹാന്മാരായ പണ്ഡിതന്മാർ ഈ വിശുദ്ധമായ ആയത്തിന്റെ വ്യാഖ്യാനം എന്താണോ പഠിച്ചത് അത് നമ്മൾ ഇവിടെ കേൾക്കാൻ പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. വിവിധ തഫ്സീറുകൾ പരിശോധിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഓതിയ ഭാഗമില്ലേ, ഇത് കുറ്റവാളികളെ തേടുന്ന നരകത്തിന്റെ ചിത്രമാണ്. കുറ്റവാളികളെ അന്വേഷിച്ച് നടക്കുന്ന നരകത്തിന്റെ ചിത്രമാണ്. കല്ലാ ഇന്നഹാ ലദാ, കത്തിച്ചൊലിക്കുന്ന നരകമാണ്. കത്തിച്ചൊലിക്കുന്ന നരകമാണ്. ലവാ എന്ന് പറഞ്ഞാൽ കത്തിച്ചൊലിക്കുന്ന നരകം. ആ വാക്കിന്റെ അർത്ഥം തന്നെ കത്തിച്ചൊലിക്കുന്നത്. സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിൽ വെച്ച് അതാ നബി തങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കുകയാണ്. യൂഖദു അലൈഹാ അൽഫ ആമിൻ ഹത്താ മറത് ثم يوقد عليها ألف عام حتى بيضت ثم يوقد عليها ألف عام حتى سودت. صدق رسول الله. നരകം 1000 കൊല്ലം കത്തിച്ച് സജ്ജീകരിക്കുമ്പോൾ നരകം ചുവന്ന് തുടുത്ത് നിൽക്കും.
അത്ഭുതമൊന്നും തോന്നുന്നില്ല. തീ ചുവന്നിട്ട് തന്നെയാണ്, അല്ലേ? 1000 കൊല്ലം കത്തിക്കുമ്പോ നരകത്തിലെ തീ ഇങ്ങനെ ചുവന്ന് നിൽക്കും. നബി പറഞ്ഞു, പിന്നെയും 1000 കൊല്ലം കണ്ടിന്യൂ ആയി അങ്ങ് കത്തിക്കുമ്പോൾ നരകത്തിലെ തീ വെളുത്തുരുണ്ട് നിൽക്കും. സയ്യിദുനാ റസൂലുള്ളാഹി സുബ്ഹാനല്ലാഹ്. തീയിന് ചൂട് കൂടിയാൽ അതിന്റെ കളറ് ചുവപ്പിൽ നിന്ന് വെളുപ്പിലേക്ക് പരിണമിക്കും. നമ്മൾ ഈ കാണുന്നത് ബൾബിന്റെ പ്രകാശമാണ്, അല്ലെ? ട്യൂബിന്റെയും ബൾബിന്റെയും ഒക്കെ പ്രകാശമാണ് നമ്മൾ കാണുന്നത്. അത് വെളുത്തിട്ട് നിൽക്കും. പക്ഷെ അത് തീയായിട്ട് കത്തുകയാണെങ്കിൽ ചുവപ്പ് കളറിന് മാത്രമേ അത് വകുപ്പുള്ളൂ, ചുവപ്പ് കളറായി. എന്നാൽ കത്തിയാളുന്ന തീജ്വാല, കത്തിയാളുന്ന തീയുണ്ടകൾക്ക് ഈ ബൾബിന്റെ കളറ് വരുമ്പോ ആ തീ നല്ല ചൂടുള്ള തീയായിരിക്കും. അതെ, വലിയ തീപിടുത്തങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നതാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു 10, 16, 17 വയസ്സിൽ ഞാൻ ഒരു ട്രാൻസ്ഫോമർ കത്തി പൊങ്ങുന്നത് കണ്ടിട്ടുണ്ട്. ഒരു 4 ആളുടെ ഉയരത്തിൽ ഒരു ട്രാൻസ്ഫോമർ കത്തിയിട്ട് തീ ആളി കത്തുന്ന രംഗം. ആ കാണുന്ന തീ നമ്മൾ അടുപ്പിലെ തീ പോലെ എന്ന തീയല്ല, ഉഴപ്പനല്ല, ഏകദേശം ഈ പറഞ്ഞ ബൾബിന്റെ കളറാണ് കത്തിയാളുന്ന തീയിന്. കാരണം എന്താ? തീയിന് കടുപ്പമുണ്ട്, ചൂട് കൂടുതലാണ്. നബി പറഞ്ഞു, 2000 കൊല്ലം നരകത്തിലെ തീ അങ്ങ് കത്തിക്കുമ്പോ നരകത്തിലെ തീ വെളുത്തുരുണ്ടു പോകും. മുഹമ്മദുനിൽ മുസ്തഫ. പിന്നെയും മുത്തുനബി തുടർന്നു, പിന്നെയും 1000 കൊല്ലം കത്തിക്കുമ്പം നരകത്തിലെ തീ കറുത്തിരുണ്ടു പോകും. മുഹമ്മദുർ റസൂലുള്ളാഹി. സുബ്ഹാനല്ലാഹ്. 3000 കൊല്ലം നരകത്തിലെ തീ അങ്ങ് കത്തുമ്പോ തീ കെട്ട കരിക്കണലിനെ കുറിച്ചല്ല ചർച്ച. പിന്നെന്താ? തീക്കണലല്ല, കരിക്കട്ടയല്ല ഇവിടുത്തെ ചർച്ച. പിന്നെ എന്തിനെ പറ്റിയാ പറയുന്നത്? കത്തിജ്വലിക്കുന്ന, നബി പറയാൻ, അപ്പോഴും അതിന്റെ പൊങ്ങിക്കളിക്കുന്ന തീനാളങ്ങളാണ് അണയൂല. തീനാളങ്ങൾ അണയൂല. നബി പറയാൻ, അത് തുള്ളിക്കൊണ്ടിരിക്കും. അത് ഫഹിയ സൗദാഉ മുദ്ലിമ. അത് ഒരു കാളരാത്രി പോലെ കറുത്തിരുണ്ട് നിൽക്കും. സുബ്ഹാന മൻ ജല്ല ജലാലു. അതിലേക്കാണ് മനുഷ്യരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മെ കൊണ്ടുപോയി എറിയുന്നത്. നരകം കേട്ട് ബേജാറാവണ്ട. ഇൻഷാ അല്ലാഹ് സ്വർഗത്തിന്റെ ചർച്ചയും ഇവിടെ വരും. പക്ഷേ ഈ നരകം കേട്ട് നമ്മൾ പേടിക്കേണ്ടതുണ്ട്. ഈ നരകം മാത്രമേ ഒരൽപ്പമെങ്കിലും നമ്മെ മാറ്റി ചിന്തിപ്പിക്കാൻ പറ്റുന്ന ഒരു മരുന്നുള്ളൂ. അള്ളാഹു വളച്ചുകെട്ടില്ലാതെ പറഞ്ഞു, കല്ല, വേണ്ടട്ടോ, ഈ ധാരണയൊക്കെ വെറുതെയാണ്, ഈ നടത്തമൊക്കെ വെറുതെയാണ്, ഈ സ്വഭാവമൊക്കെ തിരുത്തലാ നല്ലത്. നിങ്ങളുടെ വർത്തമാന കണ്ടീഷൻ നിങ്ങൾ മാറ്റണം. ഇത് മാറ്റിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റൂ. കല്ലാ ഇന്നഹാ ലദാ നസ്സാഅതൻ ലിശ്ശവാ നസ്സാഅതൻ ലിശ്ശവാ. സുബ്ഹാനല്ലാഹ്. തലയോട്ടി ഉരിച്ചു കളയുന്ന നരകമാണത്. തലയോട്ടി അങ്ങ് വേർപ്പെടുത്തി കളയും നരകത്തിലേക്ക് ചെല്ലുന്നതോടുകൂടെ. അത്രയും കടുപ്പമാണ് നരകം. ഇതിലേക്കങ്ങ് എത്തുന്നതോടുകൂടെ തലയോട്ടി അങ്ങ് പൊട്ടിത്തെറിക്കും. അതൊക്കെ വളരെ ഗൗരവമുള്ള ഭാഷയിൽ വിശദീകരിച്ചിട്ടുണ്ട്. തലയോട്ടി പൊട്ടിയങ്ങ് തെറിക്കും നരകത്തിലേക്ക് എത്തുന്നതോടുകൂടെ. എന്നാൽ വീണ്ടും ഇതേ ശിക്ഷ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതോടുകൂടെ സംഗതി അങ്ങ് കഴിയൂല, അവസാനിക്കൂല. ആ സമയത്താണ് തദഉ മൻ അദ്ബറ വതവല്ലാ. തദഉ, നരകം പേര് ചൊല്ലി വിളിക്കും. നരകം പേര് ചൊല്ലി വിളിക്കും. ഇമാം ഫഖ്റുദ്ദീൻ റാസി ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ എഴുതുന്നു, തദഉ എന്ന് പറഞ്ഞാൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല യഖ്ലുഖുൽ കലാമ ഫീ ജിർമിൻ നാർ. നരകം എന്ന തടിയിൽ അല്ലാഹു കലാമിനെ സൃഷ്ടിക്കും എന്ന് പറഞ്ഞാൽ നരകം സംസാരിക്കോ? നരകത്തെ കാക്കുന്ന മലക്കുകളല്ല, നരകം തന്നെ സംസാരിക്കും. സുബ്ഹാനല്ലാഹ്. നരകം സംസാരിക്കുകയോ തീക്കുണ്ടാരം സംസാരിക്കുകയോ? എന്താ സംസാരിക്കുന്നതിന് പ്രിയപ്പെട്ട സുഹൃത്തെ? എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ച റബ്ബ് അതിന് സംസാരിക്കാൻ ശേഷി കൊടുക്കുകയാണ്. അതിന് സംസാരിക്കാൻ ശേഷി കൊടുക്കുകയാണ്. നമ്മുടെ കയ്യിലുള്ള മൊബൈലുകൾ കരയുന്നുണ്ടെങ്കിൽ, അത് സംസാരിക്കുന്നുണ്ടെങ്കിൽ, എന്തുകൊണ്ട് അള്ളാഹുവിന്റെ പടപ്പായ നരകം കരഞ്ഞുകൂടാ, അലറിക്കൂടാ? ആ നരകം സംസാരിക്കുകയാണ്. എന്താ സംസാരിക്കുന്നത്? ബഹുമാനപ്പെട്ടവർ പഠിപ്പിക്കുന്നു, തഖൂലു സ്വരീഹ, സ്ഫുടമായ ഭാഷയിൽ വ്യക്തമായി നരകം ഇങ്ങനെ പേര് ചൊല്ലി വിളിക്കും. തദ്ഉ മൻ അദ്ബർ, ഇലയ്യ യാ കാഫിറു, ഇലയ്യ യാ മുനാഫിഖു, ഇലയ്യ യാ മുബ്തദിഉ, ഇലയ്യ യാ സാരിഖു, ഇലയ്യ യാ സാനി, ഇലയ്യ യാ താരിക സ്വലാഹ്. ഇങ്ങനെ വിളിക്കൂ. നരകം വിളിച്ചു പറയാണ്. നാളെ നരകം ഇങ്ങനെ കലി തുള്ളി ഇങ്ങനെ വരികയാണ്. ആ വരുന്ന രംഗമൊക്കെ ഖുർആനിൽ മറ്റൊരിടത്ത് പറയുന്നുണ്ട്. തകാദു തമയ്യസു മിനൽ ഗൈർ, തകാദു തമയ്യസു മിനൽ ഗൈർ. കലി തുള്ളി വരുന്ന നരകത്തെ കണ്ടാൽ അത് പാർട്ട് പാർട്ടായിട്ട് പൊട്ടിപ്പിളരോന്ന് തോന്നിപ്പോകും. പരസ്പരം പൊട്ടിപ്പിളർന്ന് ആകെ തകർന്നു പോകുമെന്ന് കരുതും. ആ കോലത്തിൽ തകർപ്പൻ വരവാണ് നരകം മഹ്ശറിൽ നിർത്തിയിരിക്കുന്ന ഈ ഇരകളെ പിടിക്കാൻ വരിക. റസൂലുള്ളാഹി പറഞ്ഞു 70,000 മൂക്കയറുകൾ ഉണ്ടാകും നരകത്തിന്. ഓരോ മൂക്കയറിലും 70,000 മലക്കുകൾ പിടിക്കും. അവരുടെ ഈ പിടുത്തത്തിലാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്, നരകത്തിനെ. നരകം മനുഷ്യരെ പിടിക്കാൻ വേണ്ടി വരുന്ന ഒരു വരവുണ്ട് ആഖിറത്തിൽ. മുത്തുനബി അത് ചർച്ച ചെയ്യുന്നുണ്ട്. ഇവർ ഈ മൂക്കയറിൽ തൂങ്ങിയിട്ട് നിയന്ത്രിക്കുകയാണ്. തകാദു തമയ്യസു മിനൽ ഗൈർ, തകാദു തമയ്യസു മിനൽ ഗൈർ. കലിതുള്ളുന്ന നരകം പൊട്ടിപ്പിളരോ എന്ന് തോന്നിപ്പോകും. പൊട്ടിപ്പിളരാറാകും. പൊട്ടിപ്പിളരൂല, പൊട്ടിപ്പിളരോ എന്ന് നമുക്ക് തോന്നിപ്പോകും അതിന്റെ വരവ് കണ്ടാൽ. അങ്ങനെ അങ്ങോട്ട് വന്നിട്ട് ആ നരകം അങ്ങനെ ചോദിക്കുകയാണ്, എവിടെയാണ് നിഷേധി? എവിടെയാണ് കപടൻ? എവിടെയാണ് വ്യഭിചാരി? എവിടെയാണ് പിടിയൻ? എവിടെയാണ് കുടിയൻ? എവിടെയാണ് മോഷണക്കാരൻ? ഇങ്ങനെ എവിടെയാ നിസ്കാരം ഉപേക്ഷിച്ചവൻ? ഇലയ്യ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഇലയ്യ യാ കാഫിർ, ഇലയ്യ യാ മുബ്തദിഅ, ഇലയ്യ യാ മുനാഫിഖ്, ഇലയ്യ യാ സാനി, ഇലയ്യ യാ ഇലയ്യ യാ സാരിഖ്, ഇലയ്യ യാ താരിക സ്വലാഹ്. ഇങ്ങനെ പറയുന്നു. ഇങ്ങോട്ട് വാ. ഓരോരുത്തർ ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. അപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉനുഖുന്നാഖ പോലെയുള്ള ഒരു സാധനം, ഒട്ടകത്തിന്റെ കഴുത്ത് പോലെയുള്ള ഒരു സാധനം നരകത്ത് നിന്ന് ഇങ്ങനെ നീണ്ടിങ്ങനെ വരും. അതിങ്ങനെ പരതി ഇങ്ങനെ നടക്കും. ആൾക്കൂട്ടത്തിനിടയിൽ പരതി ഇങ്ങനെ നടക്കും. ഇത് പറഞ്ഞുകൊണ്ട് നരകം ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ നരകം നാവ് നീട്ടി ഇങ്ങനെ വരിക എന്ന് പറയാം. ആ വരുന്ന വരവിൽ ഈ കക്ഷിനെ കണ്ടോ? ഇപ്പൊ പിടിച്ചു, നേരെ നരകത്തിലേക്ക് അങ്ങോട്ട് എറിയാണ്. പിടിച്ചിട്ട് നരകത്തിലേക്ക് അങ്ങോട്ട് എറിയാണ്. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. തദ്ഉ മൻ അദ്ബറ വതവല്ലാ, തദ്ഉ മൻ അദ്ബറ വതവല്ലാ. അങ്ങനെ എങ്ങനെയാണ് നരകത്തിൽ ഇലയ്യ യാ കാഫിർ, ഇലയ്യ യാ മുബ്തദി എന്നൊക്കെ വിളിച്ചിട്ട് അങ്ങോട്ട് വാ, അങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് സുമ്മ തൽതഖിതുഹും, പിന്നെ നരകം അവരെ പെറുക്കിയെടുക്കും. ഇൽതിഖാത്തൽ ഹബ്ബ്, കോഴി വിത്ത് കൊത്തിപ്പെറുക്കും പോലെ. കോഴി വിത്ത് കൊത്തിപ്പെറുക്കുന്നത് പോലെ തന്റെ ഇരകളെ ഒരു വറ്റുപോലും ഇവിടെ ഇട്ടേക്കൂലാം. നമ്മൾ ഇട്ടുകൊടുത്തത് ഒരു വറ്റുപോലും ബാക്കിയാക്കാതെ കോഴി തിന്നു പോകുന്നത് പോലെ നരകം നമ്മളെ മുഴുവനും പിടിക്കും. എന്ന് പറഞ്ഞാൽ അതിന്റെ അവകാശികളെ മുഴുവനും നരകം കൊണ്ടുപോകും. ഒരു വറ്റ് പോലും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് നരകം വിടൂല. വയറ് നിറഞ്ഞു എന്ന് പറഞ്ഞിടൂല.
സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ കിട്ടിയതിന്റെ ശേഷം പിന്നെയും ചോദിക്കും ഹൽ മിൻ മസീദ്, ഇനിയുണ്ടോ? അതാണ് നരകത്തിന്റെ അവസ്ഥ. സൂറത്തു ഖാഫിൽ അല്ലാഹു പറയും ഇനിയുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു രംഗം. ഹൽ മിൻ മസീദ്, ഇനിയുണ്ടോ, ഇനിയുണ്ടോ? കിട്ടിയാൽ ഇനിയും കൊള്ളാമെന്ന മട്ടിൽ. അപ്പൊ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നരകത്തിനെ കൊണ്ട് മതി എന്ന് പറയിക്കോളും അങ്ങ് കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. സൂറത്തു ഖാഫിൽ അത് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നരകം ഇതാ തേടി വിളിക്കുന്നു. നരകം തേടി വിളിക്കുകയാണ്. പേര് ചൊല്ലി വിളിച്ചു കൂട്ടുന്നു. ഈ പരലോകത്തെ കുറിച്ച് നമുക്ക് വല്ല ചിന്തയുമുണ്ടോ? എന്റെ സുഹൃത്തുക്കൾ ചിന്തിക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ബീവി ആയിഷ, ഉമ്മുൽ മുഅ്മിനീൻ ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ, ആയിഷ ബീവി പറയാണ്, ഒരു ദിവസം എന്റെ മടിയിൽ മുത്തുനബി തല ചായ്ച്ചിങ്ങനെ കിടക്കുകയാണ്. എന്റെ മടിയിൽ തല വെച്ച് മുത്തുനബി ഒന്നങ്ങ് ഉറങ്ങി. ഹബീബ് നല്ല നിദ്രയിലാണ്. ഞാൻ ഹബീബിനെ മടിയിൽ വെച്ച് ഹബീബിന്റെ പൂമുഖത്തേക്ക് ഇങ്ങനെ നോക്കി ഇരിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു വല്ലാത്ത ആത്മാഭിമാനം തോന്നി. പടച്ചോനെ, ഈ ലോകത്ത് ആർക്കും കിട്ടാത്ത ഭാഗ്യം, ചുരുക്കം ചില ബീവിമാർക്ക് കിട്ടിയ ഭാഗ്യമല്ലേ എനിക്ക് കിട്ടിയത്? അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി തങ്ങളെ തല ഞങ്ങളെ മടിയിൽ വെച്ച് കിടക്കാൻ ഞങ്ങൾക്കൊരവസരം കിട്ടിയെങ്കിൽ അത് ചെറിയ അവസരമല്ലല്ലോ. ഞാനിങ്ങനെ ആലോചിച്ചു, പടച്ചോനെ, ലോകത്തുള്ള ഏറ്റവും വലിയ സുന്ദരൻ, ലോകത്തുള്ള ഏറ്റവും നല്ല ആരോഗ്യവാൻ, ലോകത്തുള്ള ഏറ്റവും നല്ല സൽസ്വഭാവിയായ ഭർത്താവ്, ലോകത്ത് ഏറ്റവും നല്ല ലീഡർ, എല്ലാം കൊണ്ടും അള്ളാന്റെ പടപ്പുകളിൽ അത്യുത്തമനായ ഒരാളെയാണല്ലോ ഞാൻ മടിയിൽ വെച്ചിരിക്കുന്നത് എന്നിങ്ങനെ ചിന്തിച്ചപ്പോ എനിക്കൊരു വല്ലാത്ത സന്തോഷം തോന്നി. ഈ ഹബീബിനെ കിട്ടിയതാണ് എന്റെ ഭാഗ്യം. ഇത് ചിന്തിച്ചപ്പോഴേക്ക് പെട്ടെന്ന് അതാ ചിന്തയുടെ ലെവല് തെറ്റി, ചിന്തയുടെ ലെവൽ അങ്ങ് മാറി. ഇത് ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് എന്റെ തലയിലേക്ക് കയറി വന്നത് മറ്റൊരാലോചനയാണ്. പടച്ചോനെ, ഇതൊക്കെ ഈ ദുനിയാവിൽ കണ്ണ് ചിമ്മുന്നത് വരെയല്ലേ ഉള്ളൂ. കണ്ണങ്ങ് ചിമ്മിക്കഴിഞ്ഞാൽ നാളെ പരലോകത്ത് വെച്ച് ഹൽ യദ്കുറുൽ ഹബീബു ഹബീബഹു യൗമൽ ഖിയാമ, പ്രിയപ്പെട്ടവരെ ഓർക്കോ ആവോ ഖിയാമത്ത് നാളിൽ? അങ്ങനെയാണെങ്കിൽ എന്റെ ഹബീബ് എന്നെ ഓർക്കോ ആവോ? ഖിയാമത്ത് നാളിൽ പ്രിയപ്പെട്ടവരെ കുറിച്ചുള്ള ചിന്തയുണ്ടാവോ ആവോ? ഇതിങ്ങനെ അങ്ങ് ആലോചിച്ചപ്പോഴേക്ക് അറിയാതെ അങ്ങ് കരഞ്ഞു പോകുന്നു ബീവി ആയിഷുമ്മ. ഇത് അനിയന്ത്രിതമാണ്. പെട്ടെന്നറിയാതെ കണ്ണിന്ന് വെള്ളം അങ്ങ് ചാടി. ആയിഷ ബീവിയുടെ മടിയിൽ ഉറങ്ങുന്ന ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൂമുഖത്തേക്ക് ആ ചൂടുള്ള കണ്ണീരങ്ങ് വീണപ്പം അള്ളാന്റെ ഹബീബും ഉണർന്നു. വെള്ളം മുഖത്ത് തട്ടിയപ്പം ഉണർന്നിട്ട് ചോദിച്ചു, പൊന്നുമോളെ ആയിഷോ, എന്തിനാ കരയുന്നത്? മുത്തുനബി സ്നേഹത്തോടുകൂടെ ചോദിച്ചപ്പം ആയിഷ ബീവി പറഞ്ഞു, നബിയേ, ഞാൻ ഇങ്ങനെ ഒരു വലിയ ചിന്തയിലായിരുന്നു ഉണ്ടായിരുന്നത്. തങ്ങളെ കിട്ടിയത് എന്റെ ഭാഗ്യമാണെന്ന് കരുതിയപ്പം അടുത്ത വിഷയം എന്റെ മനസ്സിലേക്ക് കയറി വന്നത് ഹൽ യദ്കുറുൽ ഹബീബു ഹബീബഹു യൗമൽ ഖിയാമ, പ്രിയപ്പെട്ടവരെ കുറിച്ച് ഖിയാമത്ത് നാളിൽ ഓർക്കോ ആവോ തങ്ങളെ? അത് വിചാരിച്ചപ്പോ എനിക്ക് വിഷമം വന്നതാണ്. അപ്പോൾ നബി തങ്ങൾ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും പഠിക്കാനാണ് ഇതിന്റെ മറുപടി പറയുന്നത്. നോക്ക് നിങ്ങള്, അള്ളാന്റെ ഹബീബ് പറയാണ്, യാ ആയിഷ, ഓ പ്രിയപ്പെട്ട ആയിഷ, അതെ പ്രിയപ്പെട്ടവരെ കുറിച്ച് ഓർക്കാതിരിക്കോ? എല്ലാവരും ബന്ധപ്പെട്ടവരെ കുറിച്ച് ഓർക്കുന്ന ദിവസം തന്നെയാണ് പരലോകം. അമ്മാ ഇന്ദ സലാസിം ഫലാ,
മൂന്ന് ഘട്ടങ്ങളിൽ ഓർക്കൂല ആയിഷ. 3 ഘട്ടങ്ങളിൽ ആരും ആരെയും ഓർക്കൂല. ആ 3 ഘട്ടാണ് കഴിഞ്ഞിട്ടേ ഓർമ്മയിലേക്ക് വരുള്ളൂ. ആരാണ്? ഏതാണ് ആ ഘട്ടം? സയ്യിദുനാ റസൂലുള്ളാഹി വിവരിക്കാൻ, അമ്മാ ഇൻദൽ മീസാനി ഹത്താ യസ്ഖുല ഔ യഖിഫ ഫലാ. നമ്മുടെ അമല് തൂക്കുന്ന സമയം, തുലാസ് ഇങ്ങനെ പിടിച്ചിട്ട് ഹസനാത്താണോ സയ്യിയാത്താണോ കൂടുതൽ ഇങ്ങനെ നോക്കുന്ന ഒരു സമയമുണ്ടല്ലോ. ഹസനാത്തോ സയ്യിയാത്തോ എന്ന് കൂടുതൽ ഏതാണെന്ന് നോക്കുന്ന ഒരു സമയമുണ്ട്. ആ തുലാസ് ഇങ്ങനെ തൂക്കിപ്പിടിക്കുന്ന സമയത്ത് ഹസനാത്ത്, നന്മയുടെ തട്ട് കനം തൂങ്ങുമോ കനം കുറയുമോ, ഇത് ഒരു വല്ലാത്ത ബേജാറായിരിക്കും. അത് അവനവൻ്റെത് ഇങ്ങോട്ട് കഴിഞ്ഞിട്ടേ വേറൊരാളെ കുറിച്ച് ചിന്തിക്കാൻ സമയം ഉണ്ടാവുള്ളൂ. ആയിഷ വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊള്ളാൻ വേണ്ടി പറയാം. അള്ളാന്റെ ഹബീബിന്റെ മീസാന് അതിൽ ബേജാറാകാനൊന്നുമില്ല, ആയിഷ ബീവിയുടെ കാര്യത്തിലും ബേജാറാകാനൊന്നുമില്ല. പക്ഷേ മനുഷ്യരെ പഠിപ്പിക്കേണ്ടത് അങ്ങനെയാണ്. എന്നും ബേജാറ് ബാക്കിയായിരിക്കണം. നല്ല പ്രതീക്ഷയും നല്ല ഭയവും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്കുണ്ടാവണം. രണ്ടാമത് മുത്തുനബി പറഞ്ഞു, അമ്മാ ഇൻദത്തതായുരിൽ കുതുബി, കിതാബുകൾ പാറിപ്പറക്കുന്ന സമയം, കർമ്മ പുസ്തകങ്ങൾ കൈമാറുന്ന സമയം, ആ സമയത്ത് വലിയ പേടിയാണ്. ഇമ്മാ യുഅ്താ ബിയമീനിഹി വയുമ്മാ യുഅ്താ ബിശിമാലിഹി. ഒന്നുകിൽ വലത് കൈയിൽ കിട്ടും ആ കിതാബ്, അല്ലെങ്കിൽ ഇടത് കൈയിൽ കിട്ടും. ഏത് കയ്യിലാ കിട്ടുന്നത് എന്ന് അറിയോളും നെഞ്ചത്തെ പൊരിച്ചില് തീരൂല. ആയിഷ ബീവിയോട് സയ്യിദുനാ റസൂലുള്ളാഹി വെറുതെയാണോ മുത്തുനബിയെ മദ്ഹ് ചെയ്യുമ്പോ, നബിയെ അങ്ങ് മാത്രമാണ് ഞങ്ങളെ രക്ഷിക്കാനുള്ളത് എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടപ്പോ ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ പറഞ്ഞ ആ വരി എന്നും നമ്മൾ പാടുന്നില്ലേ? എല്ലാവർക്കും അറിയുന്ന വരികളാ, ഒന്ന് കൂടെ പാടി നോക്ക്. ഇന്നനാ നർജു ഇലാ കഅസി ഹൗദിക ലില്ലത്വാശ് യൗമ നശ്രി കിതാബിയാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു. സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ പാടിയതാ, ഇന്നനാ നർജു ഇലാ കഅസി ഹൗദിക ലില്ലത്വാശ്. ദാഹിച്ചു വലഞ്ഞ് തൊണ്ട വരണ്ട നേരത്ത് നബിയെ തങ്ങളെ ഹൗദുൽ കൗസറിൽ നിന്ന് ഒരു മുറുക്ക് കിട്ടുമെന്ന പ്രതീക്ഷ മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. ഇന്നനാ നർജു ഇലാ കഅസി ഹൗദിക ലില്ലത്വാശ് യൗമ നശ്രി കിതാബിയാ സയ്യിദി ഖൈറൻ നബി. യൗമ നശ്രി കിതാബി, എന്റെ കർമ്മ പുസ്തകം വിതരണം ചെയ്യുന്ന നേരത്ത്, അത് നിവർത്തിയിട്ട് കയ്യിൽ തരുന്ന നേരം, വലത്തെ കയ്യിലോ ഇടത്തെ കയ്യിലോ കിട്ടുക, അതറിയുമ്പോഴേക്ക് തൊണ്ട അങ്ങ് വറ്റിപ്പോകും, ആകെ ബേജാറായി പോകും. അപ്പോഴാണ് വലത്തെ കയ്യിൽ കിതാബ് കിട്ടുന്നത്. വലത്തെ കയ്യിൽ കിതാബ് അങ്ങ് കിട്ടിയാൽ മനസ്സങ്ങ് സന്തോഷാവും. അതുവരെ ആ മനുഷ്യന്റെ കലങ്ങിയ മനസ്സ് തെളിയൂല ആയിഷ, കലങ്ങിയ മനസ്സ് തെളിയൂല ആയിഷ. അപ്പോഴും അങ്ങനെയാണ്. അല്ലാഹുവിന്റെ ഹബീബേ, നിങ്ങൾ 3 ഘട്ടത്തിൽ എന്നാണല്ലോ പറഞ്ഞത്, 2 എണ്ണായി. ഒന്ന് മീസാൻ തൂക്കുമ്പോ, ഹസനത്ത് തൂക്കുന്ന സമയത്ത് തൂക്കി കണക്കാക്കുമ്പോ അത് കൂടുതലോ കുറച്ചോ എന്നറിയോളും ബേജാറാ. 2 കിതാബ് വലത്തെ കയ്യിലോ ഇടത്തെ കയ്യിലോ കിട്ടുക എന്നറിയോളും ബേജാറാ. 3-ാമത്തെ നേരം ഏതാണ്? ഉടയവരെ കുറിച്ച് ചിന്തിക്കാത്ത നേരം. റസൂലുള്ള പറഞ്ഞു, വഹീന യഖ്റുജു ഉനുഖും മിനന്നാർ, നരകത്തിൽ നിന്ന് ഒരു കഴുത്ത് ഇങ്ങനെ നീണ്ടുവരും. JCBയുടെ കൈ പോലെയുള്ള ഒരു സാധനം നരകത്തിൽ നിന്ന് ഇങ്ങനെ നീണ്ടുവരും. ഫയൻതവി അലൈഹിം വയതഗയ്യദു അലൈഹിം, എന്നിട്ട് ഈ നരകാവകാശികൾ, പുറത്ത് നിൽക്കുന്ന അവകാശികളിലേക്ക്
അതിങ്ങനെ നീണ്ടുവന്ന് അവരുടെ മേലിൽ ഇടക്കിടെ അതിങ്ങനെ ചീറിക്കൊണ്ടിരിക്കും. എന്നിട്ട് അവര് എവിടെയാ തനിക്കുള്ള ഇരകളെന്ന് നോക്കി നോക്കി ഇങ്ങനെ നടക്കും. ആ കഴുത്ത് അപ്പോഴൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നീണ്ടിങ്ങനെ വരുന്ന ഈ തുമ്പിക്കൈ ഇങ്ങനെ സംസാരിക്കും. ഉക്കിൽതു ബിസലാസ, ഉക്കിൽതു ബിസലാസ, ഉക്കിൽതു ബിസലാസ. എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് മൂന്നാളുടെ കാര്യമാണ്. എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് മൂന്നാളുടെ കാര്യമാണ്. മൂന്നാളെ നേരെയാക്കാൻ അള്ള എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഉക്കിൽതു ബിസലാസ, ഉക്കിൽതു ബിസലാസ, ഉക്കിൽതു ബിസലാസ. 3 വട്ടം ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ തെരഞ്ഞെടുക്കാണ് ഞാൻ. അവരെയാ നോക്കുന്നത്. ആരാണത്? ആരാണ് ഈ മൂന്നാളുകൾ? ഉക്കിൽതു ബിമനിദ്ദഅ മഅല്ലാഹി ഇലാഹൻ ആഖർ. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഘടകവിരുദ്ധമായി, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനെതിരായിട്ട് അല്ലാഹുവിന്റെ കൂടെ മറ്റ് ഇലാഹുകളെ ആരാധിച്ചവരാരുണ്ടോ അവരെ ഞാൻ വിടൂല. അള്ളാനോട് പങ്കു ചേർത്തവരെ ഞാൻ വിടൂല. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാത്തവരോടൊപ്പം മറ്റ് ഇലാഹുകളെ ആരാധിച്ച ആരുണ്ടോ അവരെ ഞാൻ വിടൂല. അവരെ ഞാൻ വിടുന്ന വിഷയമേ ഇല്ല. എനിക്കവരെ കിട്ടണം. വിഗ്രഹാരാധകരെ പിടിക്കും, ബഹുദൈവാരാധകരെ പിടിക്കും. അൽഹംദുലില്ലാഹ് നമ്മൾ ഈ വിഭാഗത്തിൽ എന്തായാലും പെടുന്നില്ല. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താക്കളാണ്. സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എന്ത്? എന്റെ ഉമ്മത്ത് ഒരിക്കലും ലാ ഇലാഹ ഇല്ലല്ലാഹ് കൈയൊഴിച്ച് മുശ്രിക്കാകൂല. എന്റെ ഉമ്മത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൈയൊഴിച്ച മഹാഭൂരിപക്ഷം ഒരിക്കലും മുശ്രിക്കാവുകയില്ല. എന്റെ ഉമ്മത്ത് ഒന്നടങ്കം മുശ്രിക്കായി പോകുന്ന പേടിയേ എനിക്കില്ല. ഞാൻ പേടിക്കുന്നത് ശിർക്കുൽ അസ്ഗർ അവരുടെ ഹൃദയത്തിലേക്ക് കയറുമെന്നാണ്. റിയാ, ലോകമാന്യം, അത് കയറുമെന്നുള്ള പേടി മാത്രമേ എനിക്കുള്ളൂ. മറ്റൊരു പേടി ഞാൻ പേടിക്കുന്നില്ല. എന്റെ ഉമ്മത്ത് ഒന്നടങ്കം മുശ്രിക്കായി പോകുമെന്നുള്ള ബേജാർ എനിക്കില്ല. അവതുശ്രികു ഉമ്മത്തുക യാ റസൂലല്ലാഹ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാ. നിങ്ങളുടെ ഉമ്മത്ത് മുശ്രിക്കാവോ തങ്ങളെ എന്ന് ചോദിച്ചപ്പോ ലാ, പേടി എനിക്കില്ല. പക്ഷേ ശിർക്കുൽ അസ്ഗർ ഉണ്ടാവുമോ എന്ന് പേടി. ഇങ്ങനെ മുത്തുനബി ധൈര്യമായിട്ട് പറയണമെങ്കിൽ ഈ സമൂഹത്തിൽ മഹാഭൂരിപക്ഷം മുശ്രിക്കാകാൻ പാടുണ്ടോ? ഇല്ല. അല്ലെങ്കിലും ആ വഴിക്ക് നമ്മൾ ആലോചിക്കേണ്ടതില്ല. അത് ഏതോ വിവരം കുറഞ്ഞ 4ാം കിടക്കാരന്റെ സംസാരമാണ്. നമ്മൾ അതിന് മറുപടി പറഞ്ഞ് സമയം കളയണ്ട. കാരണം എന്താ? ലോകത്തുള്ള ഇമാമിയങ്ങളൊക്കെ മഹാന്മാരെ വിളിക്കുന്നത് കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ശഫാഅത്ത് തേടുന്നത് കൊണ്ടും മഹാന്മാരെ വിളിക്കുന്നത് കൊണ്ടൊന്നും ശിർക്ക് വരുമെന്ന് പഠിപ്പിച്ചവരല്ല. അത് തൗഹീദിന്റെ ഭാഗമാണെന്ന് പഠിപ്പിച്ചവരാണ് കഴിഞ്ഞുപോയ ഇമാമിയങ്ങളൊക്കെയും. ഓരോ നൂറ്റാണ്ടും ഇങ്ങനെ എണ്ണാൻ കഴിയും. 1-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെ ഓരോ നൂറ്റാണ്ടുകളിലും ഓരോ മഹാന്മാരങ്ങനെ എണ്ണി പറയാൻ കഴിയും. ഞാനിപ്പോ അങ്ങോട്ട് കടക്കാത്തത്, നമുക്കിപ്പോ അതിന് സമയം കളയേണ്ട കാര്യമില്ല. കാരണം അങ്ങനെ തർക്കമുള്ള ഒരാൾ ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും മറ്റു മഹാന്മാരെയും ഒക്കെ അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കുമെന്ന നിലക്ക് ഇലാഹാണെന്ന വീക്ഷണത്തിലല്ല. അവരെ വിളിച്ചാൽ അത് തെറ്റായി പോകും. അല്ലെങ്കിൽ ഇനി മറ്റാരോടെങ്കിലും നമ്മള് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഈമാനിനെ ബാധിക്കുന്ന കേസാകും എന്ന് പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവര് ഈ സദസ്സിലുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് മറുപടിയും പറയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ ജനത ഭൂരിപക്ഷം ഒരിക്കലും മുശ്രിക്കാകുന്ന പരിപാടിയേ ഇല്ല. അങ്ങനെ ഒരു ബേജാറ് അള്ളാന്റെ റസൂലിന് ഉണ്ടായിട്ടില്ല. അള്ളാന്റെ റസൂലിന് അങ്ങനെ ഒരു ബേജാറുണ്ടായിട്ടില്ല. ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിനോട് കൂടെ പങ്കു ചേർത്തവരെ എനിക്ക് കിട്ടണം. നരകം പറയുന്നു. അള്ളാഹുവിനോട് കൂടെ പങ്കു ചേർത്ത് ആരാധിച്ചവരാരുണ്ട്? ആരാധനകൾ അള്ളാഹു അല്ലാത്തവർക്ക് നടത്തിയിട്ടുണ്ടെങ്കിൽ ആദരവ് വേറെ, ആരാധന വേറെ. ആദരിക്കുന്നത് കൊണ്ട് അത് ആരാധനയാകൂല, എന്നാലും ആയി പോകൂലേ? ഒറ്റ വാക്ക് പറയാം. ആരെങ്കിലും ഒരു കുബുദ്ധി സദസ്സിന്റെ പുറത്തു നിന്നെങ്കിലും എവിടെന്നെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ
എന്താണ് ഇതിനൊരു തെളിവില്ലാഞ്ഞിട്ടല്ലേ പറയാത്തത് എന്ന് തോന്നിപ്പോകരുത്. ഞാൻ സമയം നഷ്ടപ്പെടുത്തിക്കൂടാന്ന് കരുതിയിട്ടാ ഒറ്റ കാര്യം പറയുന്നു. ആ പറയുന്നത് പൂർണ്ണമായി ഒന്ന് ശ്രദ്ധിച്ചാൽ ഏതൊരു മനുഷ്യനും ഈ വിഷയം ബോധ്യപ്പെടും. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുക, അല്ലയോ തങ്ങളെ, അല്ലയോ തങ്ങളെ, ഈ മഖാമു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പാദം പതിഞ്ഞിട്ടുള്ള ഈ കല്ല്, മഖാമു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഫുട് പ്രിന്റ്, ഇത് പതിഞ്ഞിട്ടുള്ള ഈ കല്ലില്ലേ നബിയെ, അത് സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് ഇങ്ങോട്ട് പിറകോട്ട് വന്നത്. ഇപ്പൊ നമ്മൾ കാണുന്നത് പോലെ അകലേക്ക് വന്നത്. അന്നുണ്ടായിരുന്നത് കഅബത്തിനോട് ചേർന്നായിരുന്നു. കാരണം കഅബ പടുക്കാൻ വേണ്ടിയിട്ട്, കഅബയുടെ ചുമര് പടുക്കാൻ വേണ്ടിയിട്ട് ഇസ്മായിൽ നബി അലൈഹിസ്സലാം അതിൽ കയറി നിന്നിട്ടാണ് വാപ്പാക്ക് കല്ല് കൊടുത്തിരുന്നത്. നമുക്കറിയാലോ. അങ്ങനെയാണ് ഈ കാലവിടെ പതിഞ്ഞത്. ഖിയാമത്ത് നാൾ വരെ ആ കാലവിടെ പതിഞ്ഞു കിടക്കുകയാണ്. വല്ലാത്തൊരു സംഭവമല്ലേ അത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പാദം, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അവിടെ പതിഞ്ഞു കിടക്കുകയാണ്. ഇവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മഖാമു ഇബ്രാഹിം എന്ന് പറയുന്ന ഈ സംഭവം ആ ചുമരിനോട് ചേർന്നാ ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഉണ്ടാവേണ്ടത്. അന്ന് അങ്ങനെയായിരുന്നു. കുറെ കാലം അങ്ങനെയാണ്. പിന്നെ നിസ്കാരക്കാർ അധികരിച്ചപ്പോ ഇതിന്റെ പിറകിൽ നിന്നാണല്ലോ തവാഫിന്റെ 2 റക്അത്ത് നിസ്കരിക്കുക. അപ്പൊ മഖാമു ഇബ്രാഹിമിന്റെ പിറകിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ തവാഫ് ചെയ്യുന്നവർക്ക് അതൊരു വിഷമായി വരും. ഈ നിസ്കരിക്കുന്നവരും തവാഫുകാരും പോയവർക്ക് വേഗം തിരിയും. ഇപ്പൊ അവിടേക്ക് മാറ്റിയിട്ട് ഞാൻ അവിടുന്ന് മാറ്റേണ്ട ഗതികേടില്ല അപ്പോൾ ഉള്ളത്. കാരണം ഇവിടെ ഒന്നും കൊള്ളണില്ല നിസ്കാരക്കാരെ. ഏതായാലും അങ്ങനെ കൊണ്ടുപോകാൻ പറ്റൂലല്ലോ. അപ്പൊ അവിടെ നിൽക്കുന്നു. കുറെ അകലെയാണ്, അകലേക്ക് സ്ഥാപിച്ചു. എന്നാ പിന്നെ തവാഫുകാർക്ക് ഇപ്പുറത്ത് ചെയ്യാം, നിസ്കാരക്കാർക്ക് അതിന്റെ അപ്പുറത്ത് നിസ്കരിക്കും ചെയ്യാന്ന് കരുതിയിട്ട് അത് ഉമർ റളിയല്ലാഹുവിന്റെ കാലത്താ മാറ്റി സ്ഥാപിച്ചത്. എന്റെ വിഷയം സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ചോദിക്കുന്നു, അന്ന് കഅബത്തിനോട് ചേർന്നാണ് ആ കല്ല് കിടക്കുന്നത്. നബിയേ, ഇതൊരു വല്ലാത്ത കല്ലാണല്ലോ തങ്ങളെ. ഇബ്രാഹിം നബിയുടെ കാൽപാദം അതാ അങ്ങനെ തന്നെ പതിഞ്ഞു കിടക്കുന്നു ഈ കല്ലിൽ. പോയി കണ്ടവർക്ക് ഇപ്പൊ ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ടാവും. ഞാൻ പറയുമ്പോ നിങ്ങളെ കണ്ണിൽ അത് കാണുന്നുണ്ടാകും. ഇപ്പൊ ആ സ്ഫടികക്കൂട്ടിലുള്ള ആ കല്ല് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കല്ലല്ലേ. അതുകൊണ്ട് നബിയെ, എന്തെല്ലാം ചരിത്രങ്ങൾ ഓർക്കാനുണ്ട് ഈ കല്ല് കാണുമ്പോൾ. അതുകൊണ്ട് നമ്മുടെ ഉപ്പ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാല് പതിഞ്ഞ ഈ കല്ലിന്റെ പിറകിൽ അഫലാ നഖൂമു ഖൽഫഹു യാ റസൂലല്ലാഹ്, അഫലാ നഖൂമു ഖൽഫഹു യാ റസൂലല്ലാഹ്. സ്വഹീഹായ ഹദീസ്. ഈ ഹദീസ് സ്വഹീഹ് അല്ലാതെ പറയാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ആൺകുട്ടി ഉണ്ടോ? ഉണ്ടാകൂല. അൽ-ഹാഫിദ് ഇബ്നു കസീർ തന്നെ എന്റെ തഫ്സീറില് ഈ സംഭവം വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയത് കാണാം. തഫ്സീർ ഇബ്നു കസീറില് ഈ സംഭവം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വഹീഹായ ഹദീസാണെന്ന് പറയുകയും ചെയ്യുന്നു. ഹദീസ് സ്വഹീഹാണ്. സ്വഹീഹ് അല്ലാത്തൊരു ഹദീസ് ഇബ്നു കസീർ ഉദ്ധരിക്കൂല. അത് തുടക്കത്തിലേ പറഞ്ഞതാ. പിന്നെ ഈ ഹദീസ് സ്വഹീഹാണ്, പലയിടങ്ങളിലുണ്ട്. ചോദിച്ചു, നബിയെ, ഞങ്ങൾ അതിന്റെ പിറകിലൊന്ന് നിന്നോട്ടെ, ബഹുമാനത്തോടുകൂടെ ഞങ്ങൾ ആ കല്ലിന്റെ പിറകിലൊന്ന് നിന്നോട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്നോളൂ, ഒരു കുഴപ്പമില്ലല്ലോ. ആ കല്ലിനെ ആരാധിക്കട്ടെ എന്നല്ല ചോദിച്ചത്, ബഹുമാനത്തോടുകൂടെ ആ കല്ലിന്റെ പിറകിൽ ഞങ്ങളൊന്ന് നിന്നോട്ടെ. നബി തങ്ങൾ പറഞ്ഞു, നിന്നോളൂ, അതിനെന്താ ആലോചിക്കാൻ. അള്ളാന്റെ റസൂൽ പറഞ്ഞു, അതെ, ചെയ്യാം. അടുത്ത ചോദ്യം കേട്ടോളൂ. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അതിന്റെ പിറകിൽ പോയി നിന്ന് ബഹുമാനം ഇങ്ങനെ കൂടുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ഞങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ചോദിക്കുകയാണ്, അഫലാ നത്തഖിദുഹു മുസല്ലൻ യാ റസൂലല്ലാഹ്, അഫലാ നത്തഖിദുഹു മുസല്ലൻ യാ റസൂലല്ലാഹ്. നബിയേ, മഖാമു ഇബ്രാഹിമിലേക്ക്, അതിലേക്ക് തിരിഞ്ഞു നിന്ന് മഖാമു ഇബ്രാഹിമിലേക്ക് ചേർന്ന് നിന്ന് ഞങ്ങളൊന്ന് നിസ്കരിച്ചോട്ടെ തങ്ങളെ. അപ്പൊ പിടുത്തം വിട്ടു അല്ലേ? നിസ്കരിച്ചോട്ടെ എന്നാ ചോദിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇപ്പൊ നിസ്കാരത്തുമലെത്തിയല്ലോ, നേരത്തെ ബഹുമാനത്തോടെ അവിടെ നിന്നോട്ടെ എന്നാ പറഞ്ഞേ, ഇപ്പൊ നിസ്കരിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ നബി തങ്ങൾ പറഞ്ഞു, അള്ളാഹു ആ വിഷയത്തിൽ എന്താ പറയുന്നത് എന്ന് കേൾക്കുക.
എന്തേ നബി അങ്ങനെ പ്രതികരിക്കാൻ കാരണം? ശ്രദ്ധിക്ക്, ഇത് ശിർക്കായിരുന്നുവെങ്കിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പാദം പതിഞ്ഞിട്ടുള്ള കല്ലിന് പിറകിൽ നിന്ന് അല്ലാഹു തആലാക്ക് വേണ്ടി ഞങ്ങൾ നിസ്കരിക്കട്ടെ എന്നാണ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്. ഈ മഹാന് ഈ കൂട്ടത്തിൽ ഓർക്കുമ്പം ഇത് ശിർക്കായി പോകുന്നുണ്ടെങ്കിൽ നബി തങ്ങൾക്ക് ഉടനെ പറഞ്ഞുകൂടായിരുന്നു, ഓ പ്രിയപ്പെട്ട ഉമറേ, എത്ര കഷ്ടപ്പെട്ടിട്ടാ നിങ്ങളെ ഈ ശിർക്കിൽ നിന്ന് ഞാൻ കരകയറ്റിയത്. ഈ കഅബാലയത്തിന്റെ ഉള്ളിൽ 300 ചില്ലാനം വിഗ്രഹങ്ങളായിരുന്നു അല്ലെ. അവിടെ നിന്നൊക്കെ നിങ്ങളെ നേരെയാക്കി കൊണ്ടുവന്ന് തൗഹീദില് ശരിക്ക് നിങ്ങളെ ഊട്ടി ഉറപ്പിച്ച ശേഷം വീണ്ടും ശിർക്കിലേക്ക് നടക്കേന്ന് ഉടനെ ചോദിക്കണ്ടേ റസൂലുള്ളാഹ്? ഇതിന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കട്ടെ എന്ന് വെച്ചപ്പോ, നിന്നോട്ടെ എന്ന് വെച്ചപ്പോ ഉടനെ സമ്മതം കൊടുത്തു. കാരണം അവിടെ ഒരു പ്രശ്നമില്ല, ബഹുമാനം മാത്രമേ ഉള്ളൂ. നിസ്കരിക്കട്ടെ എന്ന് വെച്ചപ്പോ അള്ളാഹു എന്താ പറയുന്നത് നോക്കുക. എന്നാലും അത് ശിർക്കാണെന്ന് പറയാൻ പറ്റൂല. കാരണം എന്തുകൊണ്ട്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഓർക്കുന്നു, പക്ഷേ നിസ്കരിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലൂടെ ഇത്രയും വലിയ ഖുദ്റത്ത് കാണിച്ച പടച്ചോന് വേണ്ടിയാണ് നിസ്കരിക്കുന്നതെങ്കിൽ അതിന്റെ ബാക്കിൽ നിന്ന് നിസ്കരിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി മനസ്സിലാക്കുക. പക്ഷെ അള്ളാഹിന്റെ സമ്മതം കിട്ടണം ഇബാദത്തായതുകൊണ്ട്. അതുകൊണ്ട് അള്ളാഹു എന്താ ഇറക്കുന്നത് എന്ന് നോക്കട്ടെ. അവിടെ ഇറങ്ങി ചൂടോടെ ആയത്തിറങ്ങുന്നു, വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ലാ. ഇബ്രാഹിം മഖാമ് നിങ്ങൾ മുസല്ലയാക്കണം, ഇബ്രാഹിം മഖാമിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണം. സുബ്ഹാനല്ലാഹ്. ഞാനിതൊരു സദസ്സിൽ വെച്ച് പറഞ്ഞപ്പോ ഒരു അഭ്യസ്ത വിദ്യനായ സഹോദരൻ എന്നോട് പറഞ്ഞു, എന്താ ഉസ്താദേ ഇനി ഇതിൽ സംശയിക്കാനാണ്? എന്താണ് ഉമർ ഇബ്നുൽ ഖത്താബ് നബിയോട് ഈ ചോദിച്ചത്? അന്ന് ഇബ്രാഹിം മഖാമിന്റെ പിറകെ നിസ്കരിക്കാൻ ഓർഡർ വന്നിട്ടില്ല, അതിന് മുമ്പാണ്. ഉമർ റളിയല്ലാഹു അൻഹു സ്വന്തം അഭിപ്രായം പറഞ്ഞു നോക്കുക. ഈ ആയത്ത് ഇറങ്ങാൻ നിൽക്കണേ ഉള്ളൂ, അതിന്റെ മുമ്പ് തന്നെ ഉമർ റളിയല്ലാഹു അൻഹു അഭിപ്രായം പറയാ. അപ്പൊ എന്താ ഈ പറഞ്ഞത്? ഈ മഖാമു ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാൽപാദം പതിഞ്ഞിട്ടുള്ള ഈ കല്ലിലേക്ക്, ഈ കല്ലിന്റെ മുമ്പിൽ ഞങ്ങൾ അല്ലാഹു തആലാക്ക് വേണ്ടി നെറ്റിത്തടം വെച്ചാലോ, ഇതിലേക്ക് ഞങ്ങൾ നെറ്റിത്തടം അങ്ങ് കൊണ്ടുപോയി വെച്ചാലോ എന്നാ ചോദിക്കുന്നത്. നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്നിട്ട് പോലും സയ്യിദുനാ റസൂലുള്ളാഹി വിലക്കിയിട്ടില്ലെങ്കിൽ ആരാധനയും ആദരവും രണ്ടാണ് എന്നുള്ളത് ഏത് മണ്ടനും തിരിയൂലേ? അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി തങ്ങൾ എന്താ പറയുന്നത് എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞത്. ഉടനെ അല്ലാഹു പറഞ്ഞു, വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല. ഇല്ല, അത് പറ്റൂല എന്നല്ല പറഞ്ഞിട്ടില്ല, പറ്റുന്നാ പറഞ്ഞത്. ഇന്നും മുസ്ലിമീങ്ങൾ നിസ്കരിക്കുന്നു ഇബ്രാഹിം മഖാമിന്റെ പിറകിൽ നിന്ന്. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഒരു തുമ്മിയാ തെറിക്കുന്ന മൂക്കല്ല അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആളുകളുടെ അഖീദ. അവർ അഖീദ പഠിച്ചവരാ. അതുകൊണ്ട് തന്നെ അല്ലാഹു അല്ലാത്തവരെ ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും അധികപ്പറ്റല്ല. അതേസമയം ആരാധിക്കുന്നത് തെറ്റാണ്. ആരാധിച്ചു കഴിഞ്ഞാൽ അല്ലാഹു പിടികൂടും. അത് മഹാന്മാരെ ആരാധിച്ചാലും, ഈസ നബി ആരാധിച്ചവർ കുടുങ്ങി, മറിയം ബീവി ആരാധിച്ചവർ കുടുങ്ങി, ഉസൈർ റളിയല്ലാഹു അൻഹുവിനെ ആരാധിച്ചവർ കുടുങ്ങി, മലായികത്തിനെ ആരാധിച്ചവർ കുടുങ്ങി. എല്ലാവരും കുടുങ്ങും. അവർ ഇലാഹുകളാക്കിയവരാണ്, ദേവീ ദേവന്മാരാക്കിയവരാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊരു രക്ഷയുമില്ല. അപ്പൊ നരകത്തിൽ നിന്ന് നീണ്ടുവരുന്ന ഈ കഴുത്ത് ഇങ്ങനെ വിളിച്ചു പറയുന്നു, 3 ആളുടെ കാര്യത്തിലാണ് എന്റെ ഉത്തരവാദിത്വം, 3 ആളെ നേരെയാക്കാനാണ് എന്നോട് കൽപ്പന. ഒന്ന്, അല്ലാഹുവിനോട് കൂടെ മറ്റൊരു ഇലാഹിനെ പങ്കു ചേർത്ത് ആരാധിച്ചവനാണ്. 2, വവുക്കിൽതു ബിമൻ ലാ യുഅ്മിനു ബിയൗമിൽ ഹിസാബ്. വിചാരണ നാളിൽ ഒട്ടും വിശ്വാസമില്ലാത്ത മനുഷ്യൻ, പരലോകത്തിന്റെ കാര്യത്തിൽ വിശ്വാസമില്ലാത്തവൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ദുനിയാവുന്നേ ഈ പരലോകത്തെ കുറിച്ചുള്ള വയലൊക്കെ പറയുമ്പോ എന്ത് നരകം, എന്ത് സ്വർഗം, എന്ത് സിറാത്ത് പാലതൊക്കെ വെറുതെങ്ങനെ ഇവര് വെറുതെ ഇവരുടെ വയറ്റുപിഴപ്പിന് വേണ്ടി പറയാണ് അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്? ഇവർക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു മാർഗം പ്രബോധകരെ തള്ളിക്കളഞ്ഞത് അങ്ങനെയാണ്. അങ്ങനെ യൗമുൽ ഹിസാബിനെ വേണ്ടത്ര വിശ്വസിക്കാതെ അത് ഉറപ്പാകാതെ നിന്നവരുണ്ടെങ്കിൽ അവരെ കൊളുത്തി വലിക്കും, നോക്കി ഇങ്ങനെ നടക്കും. പിന്നെ പറഞ്ഞു, വവുക്കിൽതു ബികുല്ലി ജബ്ബാരിൻ അനീദ്. വവുക്കിൽതു ബികുല്ലി ജബ്ബാരിൻ അനീദ്.
അതെ അതെ, പിന്നെ എന്നോട് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് എല്ലാ പോക്കിരികളെയും ധിക്കാരികളെയും മത്സരാർത്ഥികളെയും നേരെയാക്കാനാണ്. ദീനിനോട് മത്സരം പ്രഖ്യാപിച്ചവർ, ആഹാ ദീനുൽ ഇസ്ലാം അങ്ങനെ പറയേ, ഞാൻ അതിന്റെ അപ്പുറം പറയും. ഇങ്ങനെ ദീനിനെതിരെ മത്സരിച്ചവൻ, അങ്ങനെ ഒരു പടച്ചോനുണ്ടെങ്കിൽ ഞാനൊന്ന് കണ്ടാട്ടെ എന്ന് പറഞ്ഞവൻ, അങ്ങനെ ഒരു ഖിയാമത്ത് നാൾ ഉണ്ടെങ്കിൽ ഇപ്പോഴങ്ങ് വന്നാട്ടെ എന്ന് പറഞ്ഞ ഇബ്നുൽ ഹാരിസ് ലഅനത്തുല്ലാഹി അലൈഹി. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ 3 പേരെയും തെരഞ്ഞിങ്ങനെ നടക്കും. എന്നിട്ട് അവരുടെ മേൽ അതാ ഈ കഴുത്ത് നീണ്ടുവന്ന JCBയുടെ കഴുത്ത് പോലെയുള്ള ആ സാധനങ്ങളെ നീണ്ടുവന്നിട്ട് ഫയർമീഹിം ഫീ ഗമറാത്തി ജഹന്നം, അവരെ പിടിച്ചിട്ട് നരകത്തിലേക്കെറിയുന്നതാണ്. സുബ്ഹാന മൻ ജല്ല ജലാലു. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ, അല്ലാഹു നമ്മളെ സലാമത്താക്കി തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമ്മളെ പഠിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹയാണ് സയ്യിദുനാ റസൂലുള്ളാഹിയുടെ ഈ വിശദീകരണം പറഞ്ഞു തരുന്നത്. ഇങ്ങനെ ഒരു ഘട്ടമുണ്ട്, ഈ ഘട്ടത്തിലും അതങ്ങോട്ട് തീരുമാനാവുള്ളൂ ബേജാറ് തന്നെയാണ്, വല്ലാത്ത ബേജാറാണ്. അള്ളാഹു 3 ഘട്ടങ്ങളിലും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. പിന്നെ ആരെയൊക്കെയാണ് നരകം പേര് ചൊല്ലി വിളിക്കുക? നേരത്തെ ഞാൻ പറഞ്ഞു, ഇലയ്യ യാ കാഫിറു തദഉ, നരകം പേര് ചൊല്ലി വിളിക്കും. മൻ അദ്ബറ അയ്യാനിൽ ഈമാൻ വതവല്ല അയ്യാനി ത്വാഅ, ആദർശത്തിൽ നിന്ന് പിറകോട്ട് പോയവനെ, അനുഷ്ഠാനത്തിൽ നിന്ന് ആരാധനകളിൽ നിന്ന് പുറംതിരിഞ്ഞു നിന്നവനെ നരകം പേര് ചൊല്ലി വിളിക്കും. അതാണ് നേരത്തെ കേട്ടത്. തഖൂലു സറാഹത്തൻ, നരകം സ്വരീഹായി വ്യക്തമായി പറയും, ഇലയ്യ യാ കാഫിർ, ഇലയ്യ യാ മുബ്തദിഅ, ഇലയ്യ യാ മുനാഫിഖ് എന്ന് പറഞ്ഞാൽ വ്യതിയാനം, ആദർശ വ്യതിയാനം സംഭവിച്ചവരെയാണ് ഈ വിശ്വാസം നഷ്ടപ്പെട്ടു പോയവരെ, അല്ലെങ്കിൽ അതിന് വ്യതിയാനം സംഭവിച്ചു പോയത്. തീരെ വിശ്വാസമില്ലാത്തവരെയും വിശ്വാസത്തിന് വ്യതിയാനം സംഭവിച്ചു പോയവരെയും വിളിക്കും. ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. 1ാം കക്ഷി അതാണ്. ഈമാൻ ഇല്ലേ, പിന്നെ ആ മനുഷ്യന് രക്ഷയില്ല. ഹക്കിനെ തൊട്ട് മാറിപ്പോകാൻ പാടില്ല, സത്യത്തിൽ ഉറച്ചു നിൽക്കണം. പിന്നെ വതവല്ല സുബ്ഹാന മൻ ജല്ല ജലാലു. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂ ഗാലിബ് റളിയല്ലാഹു അൻഹു, അബൂ ഗാലിബ് തങ്ങൾ പറയാണ്, കുന്തു ബി ദിമഷ്ക്, ഞാൻ ഡമസ്കസിലായിരുന്നു, ഞാൻ ദിമഷ്കിലാണ്. അബ്ദുൽ മലിക് ഇബ്നു മർവാന്റെ ഭരണകാലത്ത് ഞാൻ ദിമഷ്കിലായിരുന്നു ഉണ്ടായിരുന്നത്. ദിമഷ്കിലുള്ളപ്പോൾ ഫഉതിയ ബിറുഊസിൽ ഖവാരിജി, ഖവാരിജുകളുടെ തലകൾ കൊണ്ടുവരപ്പെട്ടു. ശ്രദ്ധിക്കുക, എന്താ ഈ പറഞ്ഞതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ശരിക്കും ബോധ്യപ്പെടും. ഖവാരിജുകളുടെ തലകൾ കൊണ്ടുവന്നു. ഖവാരിജുകൾ എന്ന് പറഞ്ഞാൽ അന്നത്തെ ബിദ്അത്തുകാർ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഇവർക്കൊക്കെ നേരെ പൊട്ടിപ്പുറപ്പെട്ടവരും അവർക്ക് നേരെ വലിയ വലിയ പ്രക്ഷോഭങ്ങൾ നയിച്ചവരാണ് അന്നത്തെ ഈ ഖവാരിജുകൾ എന്ന് പറയുന്നത്. ഖവാരിജുകള് അവരുടെ തല കൊണ്ടുവരപ്പെട്ടു, സമരം ചെയ്തു. ഖവാരിജുകളെ കൊണ്ടുവന്ന് അവരുടെ തലകൾ ഇങ്ങനെ ഫനുസിബത്ത് അലാ അഅ്വാദിൻ, സമരത്തിൽ കൊല്ലപ്പെട്ട ഖവാരിജുകളുടെ തല വലിയ തൂണുകളുടെ പോസ്റ്റുകളുടെ മുകളിൽ ഇങ്ങനെ നാട്ടി വെച്ചിട്ടുണ്ട്. പ്രദർശനം, തലകളുടെ പ്രദർശനമാണ്. ഞാനിങ്ങനെ പോയി ഞാൻ പോയിട്ട് ഇങ്ങനെ നോക്കി, പോസ്റ്റിന്റെ മുകളിൽ ഓരോരുത്തരുടെ തല ഇങ്ങനെ കണ്ടപ്പോ ഞാൻ അറിയുന്ന വല്ല മുഖവും ഉണ്ടോ നോക്കാൻ വേണ്ടി പോയി. ഞാൻ അറിയുന്ന ആരെങ്കിലും ആ കൂട്ടത്തിലുണ്ടോ നോക്കാൻ ഞാൻ പോയി. അപ്പൊ ഞാനത് കാണാൻ ചെന്നതാണ്.
അപ്പൊ ബഹുമാനപ്പെട്ട അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ട്. അബൂ ഉമാമത്തുൽ ബാഹിലി അവിടെ ഉണ്ട്. ഞാൻ ചെന്നപ്പോ അയാളും എന്നെ പോലെ കാണാൻ വന്നതാ. ഞാൻ കാണാൻ പോയതാണ്. ആരൊക്കെ ഉള്ളത് നോക്കാൻ വേണ്ടിയിട്ട്, ഖവാരിജുകളുടെ കൂട്ടത്തിൽ കൊല്ലപ്പെട്ടവരാരൊക്കെയെന്ന് അറിയാൻ വേണ്ടി, മുബ്തദീങ്ങൾ അന്നത്തെ. അപ്പൊ ഞാൻ ചെന്ന് നോക്കുമ്പോ ആരുണ്ട്? അബൂ ഉമാമത്തുൽ ബാഹിലി അവിടെ ഉണ്ട്. ഫദനൗതു മിൻഹു. അപ്പൊ എനിക്ക് പറ്റിയ ഒരാളെ കണ്ടപ്പോ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്കാണ്ട് അടുത്തു നിന്നു. ഫനദർതു ഇലൽ അഅ്വാദ്. ഈ തലകൾ നാട്ടി വച്ചിരിക്കുന്ന കുന്തങ്ങളിലേക്ക്, തൂണുകളിലേക്ക് ഞാൻ ഇങ്ങനെ നോക്കി. ഫഖാല. അപ്പോ എന്റെ തൊട്ടടുത്ത് ഇങ്ങനെ നിൽക്കുന്ന അബൂ ഉമാമത്തുൽ ബാഹിലി പറയുന്നത് ഞാൻ കേട്ടു. കിലാബുന്നാർ 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 എന്ന് സലാസ മറാത്ത് 3 വട്ടം പറഞ്ഞു. 3 വട്ടം പറഞ്ഞു കിലാബുന്നാർ കിലാബുന്നാർ. സുബ്ഹാനല്ലാഹ്. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? നരകത്തിലെ പട്ടികൾ. കിലാബുന്നാർ, നരകത്തിലെ പട്ടികൾ, നരകത്തിലെ പട്ടികൾ എന്ന് 3 വട്ടം ഇങ്ങനെ പറഞ്ഞപ്പം എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് പിന്നെ പറയാൻ ആകാശത്തിനു താഴെ കൊല്ലപ്പെട്ടവരിൽ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിൽ കൊല്ലപ്പെട്ടവരാണിവർ. ആകാശത്തിന് കീഴെ കൊല്ലപ്പെട്ടവരിൽ ഏറ്റവും മോശപ്പെട്ടവർ. വമൻ ഖതലൂഹു, ഇവരാരെയെങ്കിലും കൊന്നുകളഞ്ഞിട്ടുണ്ടെങ്കിൽ, മൂമിനീങ്ങളെ, യഥാർത്ഥ മൂമിനീങ്ങളെ കൊന്നുകളഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഖവാരിജുകളും ആരാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിന്റെ ആൾക്കാർ തന്നെ. പക്ഷെ എന്താണ്? സ്വഹാബത്തിനെ അംഗീകരിക്കാത്ത കുഴപ്പമുള്ളത്, ഭരണത്തെ പിന്തുണക്കാത്ത കുഴപ്പമുള്ളത്, മുൻ ഉമ്മത്തിനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഇവരെയൊന്നും സമ്മതിക്കാത്ത പ്രശ്നമാണ് ഇവർക്കുള്ളത്. അല്ലേ? ഇന്നും നമ്മുടെ ഇടയിലുള്ള വിദ്യാർത്ഥികാരുടെ രോഗതല്ലേ? ഉമർ ഇബ്നുൽ ഖത്താബാണ് തറാവീഹ് 20 റക്അത്താക്കിയത്. അങ്ങനെ പറയാൻ ഒരു നാണവും ഇല്ലല്ലോ ഇന്നും. ഉമർ ഇബ്നുൽ ഖത്താബാണ് തറാവീഹ് 20 റക്അത്താക്കി, ഞങ്ങളെ അതിന് കിട്ടൂല. അതുപോലെ ഇവരും പറഞ്ഞത് തന്നെയാണ്. സക്കാത്ത് വാങ്ങാൻ അള്ളാന്റെ റസൂലിനോട് അള്ളാഹ് പറഞ്ഞത്. അതെങ്ങനെ അബൂബക്കർ വാങ്ങുക? ഒരു ഖുർആൻ തന്നെയാ ഓതിയത്. ഖുർആൻ ഓതിയിട്ട് വൈബഴക്കുക ചെയ്തത്. അങ്ങനെ ഇവർ എന്ത് ചെയ്തു? സമരം ചെയ്തു കൊല്ലപ്പെട്ടപ്പോൾ ഉണ്ടായ അവസ്ഥയായി പറഞ്ഞത്. ആകാശത്തിന് കീഴിൽ കൊല്ലപ്പെട്ടവരിൽ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിൽ കൊല്ലപ്പെട്ടവരാണ് ഇവർ. വമൻ ഖതലുഹു, ഇവരാരെയെങ്കിലും കൊന്നുകളഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഖൈറു ഖത്ലാ തഹ്ത ദീമിസ്സമാ, ആകാശത്തിന് കീഴെ കൊല്ലപ്പെട്ട ഏറ്റവും പരിശുദ്ധരായ ആളുകളാണ്. ഇവരെ കയ്യാൽ മരിച്ചവർ ഏറ്റവും നല്ല ശുഹദാക്കളാണ്. ഇവരോ വളരെ മോശപ്പെട്ട രീതിയിൽ കൊല്ലപ്പെട്ടവരുമാണ്. അതുകൊണ്ടാണ് ഞാൻ കിലാബുന്നാർ എന്ന് പറഞ്ഞിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഇതും മഹാനവറുകൾ 3 വട്ടം പറഞ്ഞു. ഇത്ര മോശമായ രൂപത്തിൽ കൊല്ലപ്പെട്ടവർ ആകാശഭൂമികൾക്കിടയിൽ വേറെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു 3 വട്ടം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് മഹാനവറുകൾ ഒന്നങ്ങ് കരഞ്ഞു. മഹാനവറുകൾ അങ്ങ് കണ്ണീരൊലിപ്പിച്ച് കരഞ്ഞു. അപ്പോ ഞാൻ ചോദിച്ചു, അബൂ ഉമാമ, നിങ്ങൾ നരകത്തിലെ പട്ടികൾ എന്ന് വിളിച്ച് ആക്ഷേപിച്ച ഇവരുടെ കാര്യത്തിൽ പിന്നെന്തിനാ ഞങ്ങൾ കരയുന്നത് എന്ന് വെച്ചു. ഇവരുടെ കാര്യത്തിൽ പിന്നെന്തിനാ ഞങ്ങൾ കരയുന്നത്? അങ്ങനെയൊക്കെയാണെങ്കിൽ പിന്നെ കരയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ മഹാനവറുകൾ പറയാണ്, കേട്ടോളൂ. എന്ത്? കാനൂ അലാ ദീനിനാ, അവരും നമ്മളൊപ്പായിരുന്നല്ലോ. അതാലോചിച്ചിട്ട് കരയാണ്. ചില ആളുകളെ കാണുമ്പോൾ ജീവിതത്തിൽ ഒരു നല്ല പിരീഡ് നന്മയുമായി നടന്ന മനുഷ്യന്മാർ എന്തോ ചില കാര്യലാഭങ്ങൾക്ക് വേണ്ടി പണ്ഡിതന്മാരെയും സയ്യിദന്മാരെയും ഒക്കെ തെറി പറയാനും, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഏറ്റവും മോശപ്പെട്ട തറവാക്കുകൾ പറയാനും നടക്കുന്നത് കാണുമ്പോൾ തോന്നിപ്പോകാറുണ്ട്. ഈ ഹദീസിലെ ഈ വാക്ക് കാനൂ അലാ ദീനിനാ, അവരൊക്കെ നമ്മളൊപ്പം ഉണ്ടായിരുന്നവരാണല്ലോ. നാളെ ഇനി ഇവർക്ക് വരാൻ പോകുന്ന ഗതികേട് ഞാൻ ആലോചിച്ചു പോയി. അപ്പൊ സങ്കടപ്പെട്ട് കരഞ്ഞതാണ്. എന്തായാലും നമ്മളെ കൂട്ടത്തിലായിരുന്നല്ലോ. എന്തേ അവന് പറ്റിപ്പോയത്? എന്തേ അവർക്ക് പറ്റിപ്പോയത്? അവർക്ക് നരകമായി പോകുമല്ലോ. ഉടനെ തന്നെ അബൂ ഉമാമത്തുൽ ബാഹിലിയോട് ബഹുമാനപ്പെട്ട അബൂ ഗാലിബ് തങ്ങളൊരു ചോദ്യാണ്. എന്താ ഈ പറയുന്ന വർത്താനം? ഇവർ നരകത്ത് കിടക്കുന്നു ഉറപ്പിച്ചങ്ങ് പറയേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് വിശ്വസിക്കുന്നവരല്ലേ അവരും?
എന്നിട്ട് ഇവർ നരകത്തിൽ കടക്കുമെന്ന് ഇങ്ങനെ ഉറപ്പിച്ചങ്ങ് പറയാമോ? ശൈഅൻ തഖൂലുഹു ബിറഅയിക അം ശൈഅൻ സമിഅതഹു മിൻ റസൂലില്ലാഹ്. ഇത് നിങ്ങളെ സ്വന്തം അഭിപ്രായത്തിൽ തട്ടിവിടേ അതോ മുത്തുനബി പറഞ്ഞു കേട്ടിട്ട് പറയണം? ഇവര് നരകത്തിലാ, നിങ്ങൾ സ്വന്തം അഭിപ്രായത്തിൽ തട്ടിവിടേ അതോ മുത്തുനബിയിൽ നിന്ന് വല്ല വാക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടാണോ നിങ്ങൾ ഇത് പറയുന്നത്? സുബ്ഹാനല്ലാഹ്. ഉടനെ അബൂ ഉമാമത്തുൽ ബാഹിരി പറയാൻ, ഇന്നി ലൗലം അസ്മഉഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ മറത്തൻ ഔ മറത്തൈനി ഔ സലാസൻ ഇല സബ്അ. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, നാലല്ല, അഞ്ചല്ല, ആറല്ല, 7 തവണയെങ്കിലും ചുരുങ്ങിയത് മുത്തുനബി ഇത് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയൂലായിരുന്നു. മുത്തുനബി പറഞ്ഞ് കേട്ടിട്ട് പറയാം. അത് ഒന്നല്ല, രണ്ടല്ല, 7 വട്ടം ഞാൻ കേട്ടിട്ടുണ്ട്, എന്റെ ചെവി കൊണ്ട്. മുത്തുനബി പറഞ്ഞത് എന്താ പറഞ്ഞത്? യൗമ തബിയദ്ദു വജൂഹുൻ വതസ്വദു വജൂഹ് എന്ന ആയത്ത് വിശദീകരിക്കുന്നു. ചില മുഖങ്ങൾ വെളുക്കുകയും ചില മുഖങ്ങൾ കറുക്കുകയും ചെയ്യുന്ന ദിവസമാണ്. ആലു ഇമ്രാനിലെ 106-ാമത്തെ ആയത്ത്. ഈ ആയത്ത് ഇങ്ങനെ ഓതിയപ്പം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് പറഞ്ഞു, ഇഖ്തലഫത്തിൽ യഹൂദു അലാ 71 ഫിർഖ. ജൂതന്മാർ 71 സംഘങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞു, ഭിന്നിച്ചു. 70 മിനന്നാർ വവാഹിദ ഫിൽ ജന്ന. 70 നരകത്തിലാണ്, 1 മാത്രമേ ഓല കൂട്ടുന്നേതുള്ളൂ, സ്വർഗത്തുക്കുള്ളൂ. അതായത് മൂസ നബി പഠിപ്പിച്ചു കൊടുത്ത അതേ റൂട്ടിലൂടെ പോയവർ. ബാക്കി 70 നരകത്തിലാണ്. വഖ്തലഫത്തിൻ നസാറ. നസാറാക്കൾ അതിന്റെ ശേഷം, മൂസാ നബിന്റെ ശേഷമാണല്ലോ ഈസാ നബി. അപ്പൊ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലശേഷം നസാറാക്കള് ഭിന്നിച്ചിട്ട് അലസ്നതൈനി വസബഈന ഫിർഖ. ജൂതന്മാർ 71 കക്ഷിയാണെങ്കിൽ നസാറാക്കൾ 72 കക്ഷിയാണ്. 72 കക്ഷികളായി. 71 ഫിന്നാർ വവാഹിദത്തുൻ ഫിൽ ജന്ന. 71 നരകത്തിലേക്കാണ്, 1 മാത്രം സ്വർഗത്തിലാണ്. എന്നാൽ എന്റെ ഉമ്മത്ത് അതിന്റെയും പിറകിലല്ലേ? ഞാൻ വന്നത് അതിന്റെയും പിറകിലല്ലേ? അപ്പൊ എന്റെ ഉമ്മത്ത് ഇതിലും ഉഷാറായിട്ട് ഭിന്നിക്കണ്ടേ? നബി തങ്ങൾ പറഞ്ഞു, വതഖ്തലിഫു ഉമ്മത്തി ഹാദിഹി. എന്റെ ഈ ഉമ്മത്ത് ഭിന്നിക്കും അലാ 73 ഫിർഖ. 71, 72, എന്റെ ഉമ്മത്ത് 73. 73 വിഭാഗമാണ്. ഓലൊക്കെ ഇസ്ലാമിന്റെ പേരിലാ പ്രവർത്തിക്കുക. ഒക്കെ ഖുർആനും സുന്നത്തും എന്നാ പറയാം. എല്ലാം എന്റെ ഉമ്മത്ത് എന്നാ പറയാം. റസൂലുള്ളാഹിയാ നേതാവ് എന്നാ പറയാം. പക്ഷേ 72 നരകത്തിലായിരിക്കും. 72 ഫിന്നാർ വവാഹിദത്തുൻ ഫിൽ ജന്ന. 1 മാത്രമേ സ്വർഗത്തിൽ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവർ നരകത്തിലേക്കാണ്. കാരണം അബൂബക്കർ റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു എന്തായാലും നരകത്തിൽ പോകാൻ പറ്റൂലല്ലോ. അവരുടെ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ഇവര് തന്നെ നരകത്തിൽ പോകാൻ പറ്റുള്ളൂ. ഇവരെന്നെ നരകത്തിൽ പോകാൻ പറ്റുള്ളൂ. അതാണ് പറഞ്ഞപ്പോ അബൂ ഖാലിബിന് അങ്ങ് പേടി. ബഹുമാനപ്പെട്ട അബൂമാമ പറയാ, അന്ന് ഫഖുൽന, നബി ഇതങ്ങ് പറഞ്ഞതോടുകൂടെ അതാണ് ചില മുഖങ്ങൾ വെളുക്കും ചില മുഖങ്ങൾ കറുക്കും എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ചോദിച്ചു, ഇൻ അതൂഹു ലനാ യാ റസൂലല്ലാഹ്, ഇൻ അതുഹും ലനാ യാ റസൂലല്ലാഹ്, ഇൻ അതുഹും ലനാ യാ റസൂലല്ലാഹ്. നബിയെ, അക്കക്ഷികളെ ഞങ്ങൾക്കൊന്ന് വിശദീകരിച്ചു തരുമോ? ഏത് ഈ സ്വർഗത്തേക്ക് പോണോലെ ആരാന്ന് പറഞ്ഞെന്നാ ഞങ്ങൾക്ക് ഓലപ്പം നിൽക്കാലോ. 73 കക്ഷികളായിട്ട് ഭിന്നിക്കും. അതിൽ 1 സ്വർഗത്തിലേക്കുള്ളൂ, 72 നരകത്തിലേക്കാന്ന് പറയുമ്പോ ഈ നാത്തുഹും ലന, അവരെ ഞങ്ങൾക്കൊന്ന് വിശേഷണം പറഞ്ഞ് പരിചയപ്പെടുത്തി തരുമോ? തൊട്ട് കാണിച്ചു തരാൻ പറ്റൂല, എന്നാൽ വിശേഷണം പറഞ്ഞ് അടയാളങ്ങൾ പറഞ്ഞ് പരിചയപ്പെടുത്താൻ പറ്റുമോ? ഒരു ഐഡന്റിറ്റി, ഇവരെ തിരിച്ചറിയാൻ അള്ളാന്റെ റസൂൽ പറഞ്ഞു തരാം. ഖാല, ഉടനെ നബി തങ്ങൾ പറഞ്ഞു, അസ്സവാദുൽ അഅ്ളം, അസ്സവാദുൽ അഅ്ളം, അസ്സവാദുൽ അഅ്ളം. മുഖ്യധാര അതായിരിക്കൂട്ടോ സത്യം. സയ്യിദുനാ റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ മഹാഭൂരിപക്ഷം ഉമ്മത്ത് മുഹമ്മദിയന്റെ അകത്ത് നിന്നാണ് ഈ പറഞ്ഞത്. ഉമ്മത്ത് മുഹമ്മദിയയുടെ അകത്ത് നിന്ന് എണ്ണുമ്പോൾ മഹാഭൂരിപക്ഷം അത് സത്യത്തിന്റെ മേലിലായിരിക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ 2 വിഭാഗം അടിസ്ഥാനപരമായിട്ടുള്ളത്. ഒരു വിഭാഗം മദ്ഹബ് അംഗീകരിക്കുന്നവരും മദ്ഹബ് അംഗീകരിക്കാത്ത 900 പാർട്ടികളും. ഇതാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. മദ്ഹബ് അംഗീകരിക്കുന്നവർ, 4 മദ്ഹബ് അംഗീകരിക്കുന്നവർ, മദ്ഹബ് വേണ്ട എന്ന് പറയുന്നവരും, ഇങ്ങനെ 2 കൂട്ടരാണ്. ആ വേണ്ട എന്ന് പറയുന്നവർ പല കക്ഷികളാണ്. മദ്ഹബ് 4 മദ്ഹബാണ്, അംഗീകരിക്കപ്പെടുന്ന മദ്ഹബ്. ഈ രൂപത്തിലും പോകുന്നു.
അതിൽ നമ്മൾ ലോകം ഇങ്ങനെ ലോകത്തൊരു കാൽക്കുലേഷൻ നടത്തിയാൽ മദ്ഹബ് അംഗീകരിക്കുന്നവരോ അംഗീകരിക്കാത്തവരോ ഏറ്റവും കൂടുതൽ നിന്ന് നോക്കിയാൽ മദ്ഹബ് അംഗീകരിക്കുന്നവരുടെ 2.5% അംഗീകരിക്കാത്തവരാകെയുള്ളത് എന്ന് റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമി എന്ന പത്രത്തില് ഒരു 4 കൊല്ലം മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു. മൊത്തം വേൾഡ് അടിസ്ഥാനത്തിൽ ഒരു കണക്കെടുത്തിട്ട് മദ്ഹബ് അംഗീകരിക്കുന്നവരും അംഗീകരിക്കാത്തവരും ഷാഫി, ഹനഫി, ഹംബലി, മാലിക് 4 മദ്ഹബ് അംഗീകരിക്കാത്ത പുത്തൻ ചിന്താഗതിക്കാർ 2.5% ലോകത്താകുള്ളൂ. 2.5% ലോകാടിസ്ഥാനത്തിൽ കൂട്ടി നോക്കുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ മദ്ഹബ് അംഗീകരിക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് അതാണ് ശരിയായ വിശ്വാസം. അതിൽ നിന്നോ എങ്കിലേ സ്വർഗത്തിൽ പോകാൻ പറ്റൂ. ഇത് ബഹുമാനപ്പെട്ട ഇമാമിങ്ങളുടെ വിശദീകരണമാണ്, ഞാൻ വെറുതെ പറയുകയല്ല. അതുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് സുന്നിയായി ജീവിക്കേണ്ടത് നമുക്ക് അത്യാവശ്യമാണ്. അത് ചെയ്തേ പറ്റൂ. ഇനി പറയുന്നു അതുപോലെ തന്നെ ആരാധനകളിൽ നിന്ന് പിന്മാറി കളഞ്ഞവനാണ് നരകം പേര് ചൊല്ലി വിളിക്കുക അവനെയുമാണ്. പിന്നെ സമ്പത്ത് എവിടെന്നെങ്കിലും ഒക്കെ കണക്കും ബുക്കും ഒന്നും നോക്കാതെ ഹലാലും ഹറാമും ഒന്നും നോക്കാതെ ലഘുലഗാനും ഇല്ലാതെ കിട്ടുന്നിടത്തു നിന്നൊക്കെ സമ്പത്ത് വലിച്ചുകൂട്ടി അതാർക്കും കൊടുക്കാതെ കെട്ടിപ്പൂട്ടി വെച്ചവനില്ലേ, അവനെ നരകം വിളിക്കും. എവിടെയാ മുതലാളി? എവിടെയാണെല്ലാം ഒതുക്കി പിടിച്ചു വെച്ചിരിക്കുന്നത്? എവിടെയാണ് അവനങ്ങോട്ട് കൊണ്ടുപോവാ, അവനങ്ങോട്ട് കിട്ടണം എന്ന് പറഞ്ഞിട്ട് നരകം ഇങ്ങനെ അന്വേഷിച്ച് നടക്കും. ദാനധർമ്മങ്ങൾ വേണം. ആ ഒരു ചർച്ച നമുക്ക് വരുന്നുണ്ട്. ഒരു ദിവസം വേണമെങ്കിൽ അത് നടത്താൻ പറ്റുന്ന രൂപത്തിലാണ്. പക്ഷെ ഞാൻ ഏതെങ്കിലും ഇത് മുമ്പ് 10 ദിവസം പറഞ്ഞതാണ്. നമ്മളിപ്പോൾ 7 ദിവസം കൊണ്ട് ഇത് ചുരുക്കുകയാണ്. അപ്പൊ ഏതെങ്കിലുമൊക്കെ 1-2 വിഷയങ്ങൾ ഒരു ദിവസം ചുരുക്കി പറയും. അപ്പൊ സൗകര്യം പോലെയൊക്കെ ചെയ്യാം. ഞാൻ പറഞ്ഞു വരുന്നത് ദാനധർമ്മം ഇൻഷാ അല്ലാഹ് അത് വേറൊരു ദിവസത്തേക്ക് മാറ്റി വെക്കാം. ധർമ്മം ചെയ്യാതെ ഒരു മനുഷ്യനും രക്ഷപ്പെടാൻ കഴിയില്ല. നിസ്കരിച്ചിട്ടും നോമ്പ് വെച്ചിട്ട് രക്ഷപ്പെടാൻ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവന് വിഡ്ഢികളുടെ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റും. പൈസ ചെലവാക്കാതെ സ്വർഗം കിട്ടൂല. പോക്കറ്റിൽ നിന്ന് പണിറങ്ങാതെ സ്വർഗം കിട്ടൂല. ഉറപ്പാണ്. അങ്ങനെ ഉറപ്പിച്ചു വെച്ചോ. ബാക്കി കാര്യം ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ പറയാം. സുബ്ഹാനല്ലാഹ്, ഈ നരകം നമ്മളെ കാത്തു നിൽക്കുകയാണ്. എത്ര ഭീകരമാണ് സുഹൃത്തുക്കളെ ഈ നരകത്തിന്റെ ചിത്രം. സയ്യിദുനാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂല് നരകത്തെ പറ്റി സ്വഹാബത്തും റസൂലും താബിഈങ്ങളും ഒക്കെ പറഞ്ഞ വാക്കുകൾ കാണുമ്പം, അവർ ബേജാറായതൊക്കെ കാണുമ്പം നമുക്കൊക്കെ നമുക്കൊക്കെ ബേജാറാകാതിരിക്കാൻ ഏതു നിലക്കാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിയുക? ബേജാറായേ പറ്റൂ. സയ്യിദുനാ മുജാഹിദ് റളിയല്ലാഹു അൻഹു താബിഈ പണ്ഡിതനാണ്. മഹാനവറുകൾ പറയുകയാണ്, യുൽഖാ അലാ അഹ്ലിൻ നാരിൽ ജറബ്, നരകാവകാശികൾക്ക് ഒരു ചൊറി കൊടുക്കും അല്ലാഹു. നരകത്തിൽ കടന്നാൽ ഒരു വല്ലാത്ത ചൊറി നരകാവകാശികൾക്കുണ്ടാകും. ഫയഹ്തഖുന, അങ്ങനെ അവരുടെ ശരീരം അങ്ങനെ മാന്തി പൊളിക്കും. ഹത്താ തബ്ദുവൽ ലിദാം, ഹത്താ തബ്ദുവൽ ലിദാം, ശരീരം അങ്ങനെ മാന്തി പൊളിച്ചിട്ട് ഹത്താ തബ്ദുവൽ ലിദാം, ശരീരത്തിലുള്ള എല്ലുകൾ പുറത്തേക്ക് ഇങ്ങനെ കാണാൻ തുടങ്ങും. മാംസമൊക്കെ ഇങ്ങോട്ട് മാന്തി പൊളിച്ചിങ്ങോട്ട് എടുത്തിട്ട് എല്ലുകൾ പുറത്ത് കാണുന്ന മട്ടില് മാന്തി പൊളിക്കും. സുബ്ഹാനല്ലാഹ്, ഫയഖൂലൂന, അങ്ങനെ തീരാത്ത ചൊറിയിൽ മാന്തി പൊളിച്ച് വേദനിക്കുമ്പം ഇവര് ചോദിക്കും, റബ്ബനാ ബിമാ സാബനാ ഹദാ, പടച്ചോനെ ഇത്രയും വലിയൊരു മുസീബത്ത് ഞങ്ങൾക്ക് വരാൻ കാരണം എന്താ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു തീർത്താ തീരാത്ത ചൊറി, മാന്തിയാലൊടുങ്ങാത്ത ചൊറി, ഞങ്ങളെ ദേഹങ്ങളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞല്ലോ, മാംസങ്ങളൊക്കെ ഇതാ ഉതിർന്ന് ചാടി പല സ്ഥലത്തും, ശരീരത്തിന് എല്ലുകൾ ഇങ്ങനെ കാണുന്നു പുറത്ത്. അപ്പൊ അല്ലാഹ് പറയാണ്, ഒന്നുമല്ല, ബിയദാകുമുൽ മുഅ്മിനീൻ, നിങ്ങൾക്ക് ഈ വരട്ടു ചൊറി തന്നേ പറ്റൂ. കാരണം നിങ്ങളൊരു ചൊറിച്ചിലിന്റെ ടീമായിരുന്നു. ബിയദാകുമുൽ മുഅ്മിനീൻ, വിശ്വാസികൾക്കൊരു സമാധാനവും കൊടുക്കാതെ ഗീബത്ത് പറഞ്ഞിട്ടും
നമീമത്ത് പറഞ്ഞിട്ടും അവരെ പറ്റി ആരോപണം പറഞ്ഞിട്ടും പരിഹസിച്ചിട്ടും മുഅ്മിനീങ്ങളെ ശല്യം ചെയ്യുന്നവരായിരുന്നു നിങ്ങൾ. സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും മുഅ്മിനീങ്ങളെ നിങ്ങൾ ഉപദ്രവിച്ചതിന് പകരമാണ് അല്ലാഹു നിങ്ങൾക്ക് ഇത്രയും വലിയ ശിക്ഷ നൽകിയിരിക്കുന്നത്. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഞാൻ പറയുന്നത് ആരാ ഇന്ന് ഇതിൽ നിന്ന് ഒഴിവ്? എല്ലാ വമ്പന്മാരും കുടുങ്ങും, എല്ലാ വമ്പന്മാരും കുടുങ്ങും. എന്താ കാരണം? നാലാൾ ഒരുമിച്ച് കൂടിയാൽ അഞ്ചാമത്തവനെ തിന്നുകയാണ്, അല്ലേ? തിന്നുക തന്നെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിന്നുകയാണ്. മനുഷ്യന്റെ മാംസം തിന്നിട്ടൊരു വെറുപ്പും നമുക്കില്ല. സുബ്ഹാന മൻ ജല്ല ജലാലു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വഴിയിലൂടെ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വഴിയിലതാ ചത്ത ഒരു മൃഗത്തെ കാണുന്നു. ഒരാട്ടിൻകുട്ടിയാണ്, അല്ല പട്ടിക്കുട്ടിയാണ് എന്നൊക്കെ അഭിപ്രായമുണ്ട്. എന്തോ ആവട്ടെ, ചത്ത് പുഴുത്ത ഒരു സാധനം. അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, ആർക്കെങ്കിലും വിശക്കുന്നുണ്ടോ? ആർക്കെങ്കിലും വിശക്കുന്നുണ്ടോ? ഇതാ നല്ല ഒരാട്ടിൻകുട്ടി ഇവിടെ കിടക്കുന്നു, ഇതൊന്ന് എടുത്ത് കഴിച്ചോളൂ. അതുകൊണ്ടാണ് അധിക റിപ്പോർട്ടുകളിലും ആട്ടിൻകുട്ടി എന്നാ വന്നത്, ചത്ത ആട്ടിൻകുട്ടി. കാരണം റസൂലുള്ളാഹി കഴിക്കാൻ വേണ്ടി പറയാണ്, ഈ ചത്ത ആട്ടിൻകുട്ടിയെ നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറഞ്ഞപ്പോ ഇവര് പറഞ്ഞു, നബിയെ ആർക്ക് വേണം ഇത്? ചത്ത് പുഴുത്ത ഈ ആട്ടിൻകുട്ടിയെ വെറുതെ തന്ന ആരെങ്കിലും വാങ്ങോ? ആരും വാങ്ങുകയില്ല. ഞങ്ങളത് തിന്നുകയുമില്ല, ഞങ്ങളത് വെറുക്കുകയാണ്. ഉടനെ നബി തങ്ങൾ പറഞ്ഞു, അയുഹിബ്ബു അഹദുക്കും അയ്യഅകുല ലഹ്മ അഖീഹി മൈതാ ഫകരിഹ്തുമോ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, നിങ്ങൾ നിങ്ങളെ സഹോദരന്മാരെ മാംസം തിന്നാൻ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, എന്നാൽ അപ്പണി ഇതുപോലെ തന്നെയാണ്. സഹോദരന്റെ മാംസം തിന്നല്, ഗീബത്തും നമീമത്തും കളവും ഫസാദും പറയല് ഇതിന് തുല്യമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലും തന്നെ ആരാന്റെ മാംസം തിന്നാൻ പാടില്ല. ഇതുകൊണ്ട് നമുക്കൊരു നേട്ടവും കിട്ടാനില്ല. ശരിക്കും ചിന്തിച്ചോ, ഒരു നേട്ടവും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇതുകൊണ്ട് കിട്ടാനില്ല. സുബ്ഹാനല്ലാഹ്. സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുകയാണ്, സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുകയാണ്, ഇന്നർ റജുല ലയുജറു ഇലന്നാരി യൗമൽ ഖിയാമ. ഒരു മനുഷ്യനെ നാളെ നരകത്തിലേക്ക് വലിച്ചിങ്ങനെ കൊണ്ടുവരും. ഒരു മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചിങ്ങനെ കൊണ്ടുവരും. ഫതശ്ഹഖു ഇലൈഹി നാറു ശഹീഖൽ ബഗ്ലതി ഇലാ ഖദീബിഹാ. ആ സമയത്ത് കോവർ കഴുത കരിമ്പിലേക്ക് കഴുത്തു നീട്ടുന്നത് പോലെ, അതാ കരിമ്പ് കണ്ട കോവർ കഴുത അത് കടിക്കാൻ വേണ്ടി വരുന്ന അതേ ഇൻട്രസ്റ്റിൽ ഒച്ച വെച്ചുകൊണ്ട് താല്പര്യപൂർവം കരഞ്ഞുകൊണ്ട് ആ നരകം ഈ അവകാശിയെ കാണുമ്പോ ഇങ്ങ് തുള്ളും. സയ്യിദുന ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് ഇങ്ങനെ പറയണമെങ്കിൽ മാനത്തേക്ക് നോക്കി പറയൂല, മുത്തുനബിയിൽ നിന്ന് കേൾക്കാതെ പറയാൻ കഴിയില്ല. ഫതശ്ഹഖു ഇലൈഹി നാറു ശഹീഖൽ ബഗ്ലതി ഇലാ ഖദീബിഹാ സുമ്മ തസ്ഫറു സഫറതൻ ലാ യബ്ഖാ അഹദുൻ ഇല്ലാ ഖാഫ്. അത് കഴിഞ്ഞിട്ട് നരകം ഒരു ചീറൽ ചീറും, ഒരലറൽ അലറും. ആ അലറൽ അങ്ങ് കേൾക്കുന്നതോടുകൂടെ ലാ യബ്ഖാ അഹദുൻ ഇല്ലാ ഖാഫ്. അത് കേട്ടവരൊക്കെ പേടിക്കും. ആ ഒരു അലർച്ച അങ്ങ് കേട്ടാൽ കേട്ടോല് പേടിക്കും. അല്ലാഹു ഖുർആനിൽ പറയുന്നു. ഇങ്ങനെ പറയുമ്പോൾ ഒരു പക്ഷേ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എങ്ങനെയൊക്കെ ഉണ്ടാകുമോ? നരകം അലറുവോ? നരകം ഒച്ച വെക്കോ? ഇതൊക്കെ ഖുർആനിൽ ഉള്ളതാണോ? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് പറഞ്ഞതല്ലേ എന്നൊക്കെ ഇങ്ങനെ തോന്നിയേക്കാം. കേട്ടോ, സൂറത്തുൽ ഫുർഖാൻ, ഇദാ റഅത്കും മിൻ മകാനിൻ ബഈദ്. നരകം അതിന്റെ അവകാശികളെ കണ്ടാൽ, ഇദാ റഅത്കും, നരകം അതിന്റെ അവകാശികളെ കാണാൻ തുടങ്ങിയാൽ, മിൻ മകാനിൻ ബഈദ്, ദൂരദിക്കിൽ നിന്ന്, അടുത്തൊന്നും എത്തണ്ട, അങ്ങ് അകലെ നിന്ന് നരകം അതിന്റെ അവകാശികളെ കാണുമ്പോൾ, സമീഉ ലഹാ, ഈ അവകാശികൾ ആ നരകത്തിൽ നിന്ന് കേൾക്കും,
തഗയ്യുദം വസഫീറ, നരകം ചീറുന്നതും കലിതുള്ളുന്നതും ഒച്ച വെക്കുന്നതും അവർക്ക് ഇങ്ങോട്ട് തന്നെ കേൾക്കാം. അപ്പൊ നരകം അലറും, നരകം ചീറും, നരകം കരയും, കലിതുള്ളി അടുത്തേക്കടുക്കും. അങ്ങനെ വൈദാ ഉൽഖൂ മിൻഹാ, ഇവരെ പിടിച്ച നരകത്തിലേക്ക് മക്കാനം വയ്യിഖ, കുടുസായ ഒരു ക്യാബിനുള്ളിലേക്ക് ഇവരെ അങ്ങ് എറിഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഇമാമ് പറയല്ല, റസൂലുള്ളാഹി പോലുമല്ല പറയുന്നത്, അള്ളയാ പറയുന്നത്. അള്ളാന്റെ ഖുർആനാണ്, ഇതിൽ വളച്ചു കെട്ടില്ല. ഇവരെ പിടിച്ചിട്ട് ഇടുങ്ങിയ ഒരു കുഴിയിലേക്ക് അവരെ അങ്ങ് എറിഞ്ഞു കഴിഞ്ഞാൽ മുഖറനീന, ഇവർ കമ്പനി അടിച്ചാ തെറ്റ് ചെയ്തത്, അപ്പൊ ആ കമ്പനിക്കാരെ കൂടെ കെട്ടും. എല്ലാ തമ്മാടികളെയും ഒറ്റ ചരടിൽ കോർത്ത് ഒരേ ഒരു സംഗലയിൽ കോർത്ത് കെട്ടിയിട്ട് ഇവരെ പിഴപ്പിച്ച പിശാചുക്കളെ, മനുഷ്യഭൂത പിശാചുക്കളെ കൂടെ കെട്ടിയിട്ട് ആ ഇടുങ്ങിയ ക്യാബിനുള്ളിലേക്ക് അവരെ അങ്ങിട്ടാൽ ആ നരകത്തിന്റെ താഴ്ഭാഗത്ത് ചെന്ന് അവിടെ കിടന്നിട്ടവര് ഞങ്ങളെ നാശമേ, ഞങ്ങളെ സങ്കടമേ, ഇതുപോലെ ഒരു പെടലിനി പെടാനില്ല, ഇതുപോലെ ഒരു അബദ്ധം ഇനി കുടുങ്ങാനില്ല. കരഞ്ഞ് നിലവിളിക്കുന്നു, ഒന്ന് രക്ഷപ്പെടുത്തുവോ, ഒന്ന് രക്ഷപ്പെടുത്തുവോ, ഞങ്ങളെ രക്ഷപ്പെടുത്താൻ ആരെങ്കിലും ഉണ്ടോ? അപ്പൊ ഇപ്പുറത്ത് നിന്ന് മറുപടി ഒക്കെ ഖുർആൻ പറയുന്നു. സൂറത്തുൽ ഫുർഖാൻ 12-14 ഒന്ന് മറിച്ച് നോക്ക്, ഒന്ന് ഓതി നോക്ക്. അപ്പൊ അള്ളാഹു പറയാൻ, അള്ളാഹുവിന്റെ നരകത്തെ കാക്കുന്ന മലക്കുകൾ നരകത്തിലേക്ക് എത്തി നോക്കി ഇവരോട് പറയാ, ലാ തദ്ഉൽ യൗമ സുബൂറൻ വാഹിദൻ വദ്ഉ സുബൂറൻ കസീറ, പറ്റിപ്പോയി എന്ന് പറഞ്ഞ് ഒരു നിലവിളിയിൽ അവസാനിപ്പിക്കണ്ട, വിളിച്ചോ. വദ്ഉ സുബൂറൻ കസീറ, എത്രയും അധികം നിലവിളിച്ചോ, ഒരു കണ്ണീരും ഇപ്പുറത്തില്ലടോ, നീ അങ്ങനെ കരഞ്ഞോ, ഒരു പരിഹാരമില്ല, അങ്ങനെ കരയ് കരയ്, കാലാകാലം കരയ്, ഇവിടെ രക്ഷല്ല. അതൊക്കെ ദുന്യാവെന്ന് നോക്കേണ്ടിയിരുന്നു. അല്ലാഹു കാക്കട്ടെ. പടച്ചോനെ, ഇതൊരു ലോകാണ്. സൂറത്തുൽ ഫുർഖാൻ. ഇവിടെ നമുക്ക് എത്തുന്നതിനെ തൊട്ടൊന്ന് പേടിക്കേണ്ടതില്ലേ? നമ്മളെ ജീവിതം ഒന്ന് ചിട്ടപ്പെടുത്തേണ്ടതില്ലേ? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? സുബ്ഹാനല്ലാഹ്, ഇതിലേറെ ഭംഗിയായിട്ട് ഒരു ഹദീസും കൂടെ വരുന്നു, ഞെട്ടിക്കുന്ന ഹദീസ്. അത് ആയത്ത്, ഇതുപോലെ തന്നെ ആയത്ത് അങ്ങോട്ട് ഫിറ്റ് ചെയ്തിട്ട് ഹദീസുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് അത് ശരിയാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തും. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും. എല്ലാവരും മദീനയിലേക്ക് ഖൽബ് തിരിച്ചു പിടിച്ചുകൊണ്ട് എല്ലാവരും അർത്ഥത്തിൽ ചൊല്ലണം. എല്ലാവരും ചൊല്ലാം. അല്ലാഹു തആല നമ്മളെ സ്വീകരിക്കട്ടെ. അന്ത തത്ലുഉ ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്ത് الشفيع الأبطهي والحبيب العربي أنت أم أم أب ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطهي والحبيب العربي أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي الصلاة على النبي السلام على الرسول الشفيع الأبطهي والحبيب العربي ارتكبت على الخطا غير حصر وعداد لك أشكو فيه يا سيدي خير النبي الصلاة على النبي والسلام على الرسول
الشفيع الأبطهي والحبيب العربي إننا نرجو إلى كأس حوضك للعطش يوم نشر كتابها سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطهي والحبيب العربي الشفاعة هب لنا في القيامة مشفقا وهب لنا الله يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطهي والحبيب العربي الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطهي والحبيب العربي. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങൾ, നാട്ടുകാരെ, അസ്സലാമു അലൈക്കും. നാളെ നമ്മുടെ ഈ വേദിയിൽ വെച്ച് നമ്മുടെ നാട്ടിലെ ഒരു മദ്യവിരുദ്ധ കൂട്ടായ്മ സംഘടിപ്പിച്ചിരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഒരു മനുഷ്യ ചങ്ങലയുമെല്ലാം നാം ഇവിടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും കൂടിച്ചേർന്ന് നാം ഒരു മദ്യവിരുദ്ധ സമിതി രൂപീകരിക്കുകയും മദ്യലഹരി വിരുദ്ധ കൂട്ടായ്മ എന്ന പേരിൽ ഒരു സംഘം ചേർന്ന് ഒരു മനുഷ്യ ചങ്ങല എല്ലാം നാം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരുന്നു. നാളെ രാവിലെ മുതൽ ഈ സ്റ്റേജിൽ വെച്ച്, ഇവിടെ ഈ വേദിയിൽ വെച്ച് വൈകുന്നേരം വരെ ഒരു ദിവസത്തെ കംപ്ലീറ്റ് പ്രോഗ്രാംസ് ഇവിടെ വെച്ച് നടക്കുന്നുണ്ട്. അതിൽ ക്ലാസ്സുകളുണ്ട്, ബോധവൽക്കരണ ക്ലാസ്സുകളുണ്ട്, സെമിനാറുകളുമായിട്ട് അതുപോലെയുള്ള ക്ലാസ്സുകളെല്ലാം ഉണ്ട്. പുറമെ അതിൻ്റെ ലഹരിയുടെ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വിശദമാക്കുന്ന ഡോക്യുമെൻ്ററികളുണ്ട്. അപ്പോൾ അതെല്ലാം എല്ലാവരും പങ്കെടുക്കണം, ശ്രദ്ധിക്കണം. നമ്മുടെ മക്കൾ ഇന്ന് ഏറ്റവും അധികം നാം ഭയപ്പെടേണ്ട ഒരു വിഷയം ഈ ലഹരി വസ്തുക്കളാണ്. ഇന്നലെ ഉസ്താദുകൾ നമ്മോട് സംസാരിക്കുകയുണ്ടായി. ഖിയാമത്തിൻ്റെ അലാമത്ത് എണ്ണിയപ്പോഴ് ഷുർബുൽ ഖംർ, അതായത് മദ്യപാനം, ലഹരി മനുഷ്യൻ്റെ തലക്ക് വട്ടുപിടിക്കുന്ന എന്തും അത് അതിൻ്റെ ഒരു ലക്ഷണമാണെന്ന്, ആ ലക്ഷണത്തിന് നമ്മളാരും ഭാഗവാക്കായിക്കൂടാ എന്നും കൂടെ പറയുകയുണ്ടായി. ഒരു നാട്ടിലെ ഇന്ന് നാം കേണുന്ന ചെറിയ പിഞ്ചു കുട്ടികൾ പോലും ഇതിനടിമപ്പെടുന്ന ഒരു അവസ്ഥാവിശേഷമാണുള്ളത്. ഇത്തരത്തിലുള്ള ഒരു അടിമത്തത്തിന് ഒരുത്തൻ പെട്ടുകഴിഞ്ഞാൽ അവൻ പിന്നെ മറ്റുള്ളവരെ അതിലേക്ക് അടിമകളാക്കി മാറ്റുവാൻ വേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ ഒരു സ്വഭാവമാണ്. അതിനെ ഫിലോസഫേഴ്സ് തന്നെ പറഞ്ഞത് ക്രോക്രോച്ചസ് എന്നാണ്. അതായത് കൂറകളാണ് വരുന്നത്. കൂറകളുടെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ എത്ര ചെറിയ ഗ്യാപ്പിനുള്ളിലൂടെ കൂറ കടന്നു ചെല്ലും. അത് ഈ പിടിക്കപ്പെടാനുള്ള ഇരയുടെ വീക്ക്നെസ് ഏതാണെന്ന് നോക്കി ആ ഹോളിലൂടെ കടക്കുന്നർത്ഥം. അപ്പോൾ നമ്മുടെ ചെറിയ കുട്ടികളെ പോലും ഇന്ന് വലിയൊരു മാഫിയ ഇതിനു വേണ്ടി വല വീശിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്പോൾ നമ്മോട് കഴിയുന്നത് എല്ലാവരും കൂടി സഹകരിച്ച് ചെയ്യുന്നതിൻ്റെ പരമാവധി ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നാം അതിനോട് സഹകരിക്കണം. എല്ലാവരും അതിൽ പങ്കെടുത്ത് അതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കണം എന്ന് അഭ്യർത്ഥിക്കുവാണ്. ആഖിറുദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഇൻഷാ അല്ലാഹ് കൃത്യം 10:15 പ്രഭാഷണം അവസാനിപ്പിക്കും. ദുആഅടക്കം കഴിഞ്ഞ് 10:15 നമ്മൾ പിരിയും. അതിൻ്റെ മുമ്പ് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം പറയുകയാണ്. ഞാൻ പറഞ്ഞു ഒരൊറ്റ ഹദീസും കൂടെ. സെയ്ദ് ഇബ്നു റഫീഅ റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്ന അഹ്ലന്നാരി ഇദാ ദഖലുന്നാറ ബകൗ ദുമുഅ സമാന. നരകക്കാര് നരകത്തിൽ കടന്നാൽ കണ്ണീരൊലിപ്പിച്ച് കൊല്ലങ്ങളോളം കരയും. ബകൗ ദുമുഅ സമാന സുമ്മ ബകൗൽ ഖൈഹ സമാന. പിന്നെ കണ്ണീര് വറ്റുമ്പോ പിന്നെ ചലം കണ്ണിലൂടെ അങ്ങനെ പുറത്തേക്ക് വരും. ആരാ പറയുന്നത്? സെയ്ദ് ഇബ്നു റഫീഅ റളിയല്ലാഹു അൻഹു. എന്നിട്ട് മഹാനവറുകൾ പറയാണ്, ഫയഖൂലു ലഹുമുൽ ഖസന. ആ സമയത്ത് നരകത്തെ കാക്കുന്ന മലക്കുകൾ അവരോട് പറയും. നരകത്തെ കാക്കുന്ന മലക്കുകൾ അവരോട് പറയും, യാ മഅ്ശറൽ അഷ്ഖിയാ. ഇവർ കരയല്ലേ, നരകത്തുനിന്ന് ശിക്ഷ സഹിക്കാൻ കഴിയാഞ്ഞിട്ട് കരയാണ്. കണ്ണീര് തീരോളും കരഞ്ഞു, പിന്നെ ചലം വരുന്നു. ഇങ്ങനെ കണ്ണീരും ചലവും കരഞ്ഞു തീർത്ത ഇവരോടായി പറയാണ്, യാ മഅ്ശറൽ അഷ്ഖിയാ, ഓ ദുഷ്ടവർഗമേ, വേണ്ടാത്തരങ്ങൾ ചെയ്തവരെ. ഞാൻ പറയുന്നു, ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരണം. പലിശ തിന്നുന്നത്, പലിശ കൊടുക്കുന്നവർ, പലിശക്ക് കൊടുക്കുന്നവർ, പലിശക്ക് വാങ്ങുന്നവർ, പലിശ തിന്നുന്നവർ, ഹറാമ് തിന്നുന്നവർ, എല്ലാവരും ആലോചിക്കുക. ഔറത്ത് മറക്കാതെ നടക്കുന്ന സഹോദരിമാർ, ഉമ്മനും വാപ്പനും വെറുപ്പിക്കുന്നവര്, ഇങ്ങനെ തുടങ്ങിയിട്ട് നേരത്തെ കേട്ടതുപോലെ മദ്യ ലഹരികളുടെ പിന്നാലെ, മദ്യമയക്കു മരുന്നുകളുടെ, ലഹരി പദാർത്ഥങ്ങളുടെയും ലഹരി വസ്തുക്കളുടെയും പിന്നാലെ ജീവിതം നശിപ്പിക്കുന്ന ചെറുപ്പക്കാരെ ശരിക്കാലോചിക്കുക. നമ്മളെയൊക്കെയാണ് യാ മഅ്ശറൽ അഷ്ഖിയാ, ഓ ദുഷ്ട സമൂഹമേ എന്ന് വിളിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, നമ്മൾ ഇതിന്റെ ഒന്നും ഗൗരവം അറിയുന്നില്ല. 36 തവണ വ്യഭിചരിക്കുന്നതിനേക്കാൾ കടുപ്പമുള്ളതാണ്. 36 തവണ വ്യഭിചരിക്കുന്നതിനേക്കാൾ കടുപ്പമുള്ളതാണ് ഒരു ദിർഹം എന്ന് പറഞ്ഞാൽ, നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ 1 ഉറുപ്യ പലിശ പണം തിന്നുന്നത്. സയ്യിദുനാ റസൂലുള്ളാഹി ലദിർഹമും മിൻ റിബൻ, പലിശയിൽ നിന്നുള്ള 1 രൂപ, 1 ദിർഹം, അത് അവരുടെ ഭാഷയിൽ പറഞ്ഞ 1 ദിർഹം. 1 ഉറുപ്പിക പലിശ തിന്നുന്നുണ്ടെങ്കിൽ, പലിശക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ, അത് അശദ്ദു മിൻ 36 സന്യ, 36 വ്യഭിചാരത്തെക്കാൾ അതിന് കടുപ്പമുണ്ടെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. തീരെ ജീവിതത്തിൽ വ്യഭിചരിക്കാത്തവൻ പലിശ പണത്തിന്റെ മേലെ കിടന്നുറങ്ങാം. മഹൽ പ്രസിഡന്റ് അല്ലെ, എല്ലാ തമ്പുരാക്കന്മാരും ഉണ്ട്. പലിശയുമായിട്ട് ബന്ധപ്പെടുന്നതിന് ഒരു ഉളുപ്പുമില്ല. ഹറാമായ സ്വത്ത് തിന്നുന്നതിനും വാരിക്കൂട്ടുന്നതിനൊന്നും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരു ലക്കും ലഗാനുമില്ല. ഇന്ന് നമ്മൾ പറഞ്ഞിട്ടേ ഉള്ളൂ, എങ്ങനെയെങ്കിലുമൊക്കെ വലിച്ചു കൂട്ടിയവനെ അല്ലാഹു തആല കൈകാര്യം ചെയ്യും. നരകം അവനെ മാടി വിളിക്കും, ഇങ്ങോട്ട് വാന്ന് പറയും. അല്ലോ, നരകാവകാശികളോട് നരകത്തെ കാക്കുന്ന മലക്കുകൾ പറയുകയാണ്, യാ മഅ്ശറൽ അഷ്ഖിയാ, നിങ്ങൾ കരയുന്നത് കാണുമ്പോഴേ നിങ്ങളോട് പറയാനുള്ളത്, തറക്തുമുൽ ബുകാ ഫിദ്ദാരിൽ മർഹൂമി ഫിഹാ അഹ്ലുഹാ ഫിദ്ദുന്യാ. നല്ല സുഖവും സന്തോഷവും ഒക്കെ ആയിട്ട് അടിച്ച് പൊളിച്ച് കഴിഞ്ഞ ദുനിയാവില്ലേ, ആ ദുനിയാവിൽ വെച്ച് നിങ്ങൾ കരച്ചിൽ ഉപേക്ഷിച്ചു. അന്ന് കരയേണ്ടിയിരുന്നു. ദുനിയാവിന് നിങ്ങൾ ഈ വീടിനെ കുറിച്ച് ആലോചിച്ച് കരഞ്ഞിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു. ഹൽ തജിദൂനൽ യൗമ മൻ തസ്തഗീസൂന ബിഹി. ഇന്ന് ഇവിടെ നിങ്ങൾക്ക് ആരോടെങ്കിലും സഹായം ചോദിക്കാനുണ്ടോ? ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാളുമില്ല. ആരെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് സഹായം ചോദിക്കാൻ? ഒരാളുമില്ല. സയ്യിദ് ഇബ്നു റഫീഅ തങ്ങൾ പറയുകയാണ്, അങ്ങനെ വരുമ്പം മലക്കളോട് പറഞ്ഞിട്ട് കാര്യമല്ല, അവർ കേൾക്കൂല. ഞങ്ങളെ കരച്ചിലും പിടിച്ചിലും ഇവർക്കൊരു വിഷയമല്ല എന്ന് നരകക്കാരൻ ഉറപ്പിക്കുമ്പം ആ നരകക്കാരുടെ മുമ്പിൽ സ്വർഗം കാണിക്കും. അതെന്തിനാ?
സ്വർഗം അങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോഴാ നരകത്തിന് ശിക്ഷ കൂടുക. നരകം സ്വർഗക്കാർക്കും കാണിക്കും. അപ്പോഴാണ് സ്വർഗത്തിന്റെ സുഖം ശരിക്കും ആസ്വദിക്കാൻ കഴിയുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണിക്കപ്പെടും എന്ന് ഹദീസിലുണ്ട്. അങ്ങനെ സ്വർഗക്കാരെ അങ്ങ് കാണുമ്പം ഇവര് പുറത്തുനിന്ന് അങ്ങ് വിളിക്കും, യാ അഹ്ലൽ ജന്ന, ഓ സ്വർഗക്കാരെ, യാ മഅ്ശറൽ ആബാ, ഉപ്പമാരെ, വൽ ഉമ്മഹാത്ത്, ഉമ്മമാരെ. മക്കള് നരകത്തിലാണെങ്കിൽ സ്വർഗത്തിലുള്ള വാപ്പാരിമാരും വിളിക്കും, യാ മഅ്ശറൽ ആബാഇ വൽ ഉമ്മഹാത്ത്, വാപ്പമാരെ, ഉമ്മമാരെ, നിങ്ങളൊക്കെ ഞങ്ങളെ വാപ്പാരല്ലേ, ഉമ്മാരല്ലേ. വൽ ഔലാദ്, മക്കളെ, വാപ്പി ഉമ്മി നരകത്തുനിന്ന് മക്കളെ വിളിക്കുകയാണ്, സ്വാലിഹീങ്ങളായ മക്കളെ. മക്കളെ, ഖറജ്നാ മിനദ് ദുനിയാ ഇതാശ വഖറജ്നാ മിനൽ ഖുബൂരി ഇതാശ വകുന്നാ തൂലൽ മൗഖിഫി ഇതാശ വനഹ്നുൽ യൗമ ഇതാശ്. പടച്ചോനെ, ഇതൊക്കെ ഇങ്ങനെ അർത്ഥം പറയാൻ എന്തൊരു എളുപ്പമാണ്. എന്റെ സുഹൃത്തെ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇതൊക്കെ ഉള്ളിൽ തട്ടി ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എന്താ നരകക്കാരി വിളിച്ചു പറയുന്നത്? സ്വർഗത്തിൽ ഇങ്ങനെ അടിപൊളി പഴങ്ങൾ കഴിച്ച്, ഭക്ഷണം തിന്ന്, വെള്ളം കുടിച്ച്, സൊറ പറഞ്ഞ് അങ്ങനെ സ്വർഗത്തിൽ വിശ്രമിക്കുന്ന മാതാപിതാക്കളെയും കൂട്ടുകാരെയും മക്കളെയും കെട്ടിയോനും കെട്ടിയോളിയും ഒക്കെ ഇപ്പുറത്ത് നരകത്തിലുള്ള ബന്ധുക്കൾ കാണുമ്പം വിളിക്കുകയാണ്, ഏയ് ഒന്ന് ഇങ്ങോട്ട് നോക്ക, ഞങ്ങൾ ദുനിയാവിൽ നിന്ന് പുറപ്പെട്ടു പോന്നത് ദാഹിച്ച് തൊണ്ടവലഞ്ഞ എന്ന് പറഞ്ഞാൽ മരിക്കുന്ന നേരത്തെ ഒരു ബഹറിലെ വെള്ളം മുഴുവൻ കുടിക്കാന്നാ വിചാരിക്കുക, അത്രയും ദാഹം ഉണ്ടാകും ചീത്ത മനുഷ്യൻ മരിക്കുമ്പോ. ദുനിയാവിന്ന് ഞങ്ങൾ പുറപ്പെട്ടത് തൊണ്ട വരണ്ടാൻ. പുനരുത്ഥാന നാളിൽ ഞങ്ങൾ കബറിന്ന് എഴുന്നേറ്റപ്പോൾ ഞങ്ങൾക്ക് ദാഹമാണ്. സുദീർഘമായ 50,000 ആണ്ടിന്റെ നീളമുള്ള ആ മഹ്ശറാ ദിനത്തിലും ഞങ്ങൾ തൊണ്ട വലഞ്ഞവരാണ്. നിങ്ങൾക്കല്ലേ വെള്ളം കിട്ടിയിട്ടുള്ളൂ, നിങ്ങൾക്കല്ലേ അർശിന്റെ തണലുള്ളൂ ആയിരുന്നു, ഞങ്ങൾക്ക് അവിടെയും വെയിലുകൊണ്ട് ഞങ്ങൾ തൊണ്ട വരണ്ടവരായിരുന്നു. എന്നാൽ ഇന്നുണ്ടോ ഞങ്ങൾക്കൊരു മുറുക്ക് വെള്ളം? ഇന്ന് ഈ നരകത്തിൽ വന്നിട്ട് ഇവിടെയും തൊണ്ട വരണ്ടിരിക്കുകയാണ്. എന്നും ദാഹാണ്, മരിക്കുമ്പോഴും പുനരുത്ഥാനത്തിലും നരകത്തിലും ഒക്കെ ദാഹം. എന്തു ചെയ്യും? ഞങ്ങൾക്കൊരു രക്ഷയുമില്ലല്ലോ. അതുകൊണ്ട് പടച്ചോൻ തരൂല. മലക്കുകൾ ഈ ഞങ്ങളെ ഈ വേദി നിയന്ത്രിക്കുന്ന, നരകം നിയന്ത്രിക്കുന്ന മലക്കുകളോട് പറഞ്ഞു നോക്കി, അവർ ഇവിടുന്ന് കരയേണ്ട, ദുന്യാവെന്ന് കരയാനാ പറഞ്ഞത്. അതിനി നടക്കൂല. അതുകൊണ്ട് വാപ്പാരേ, ഉമ്മാരേ, വേണ്ടപ്പെട്ടവരെ വിളിച്ചിട്ട് പറയാണ്, ഫഅഫീദൂ അലൈനാ മിനൽ മാ, നിങ്ങളെ അടുത്ത് നല്ല നല്ല ജ്യൂസുകൾ നിങ്ങൾ ഇങ്ങനെ പാനം ചെയ്യുന്നു, അതിൽ നിന്ന് ഒരു ബോട്ടിൽ വെള്ളം ഇങ്ങെറിഞ്ഞു തരുമോ? ഒരു ബോട്ടിൽ വെള്ളം നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് എറിഞ്ഞു തരുമോ? ഔ മിമ്മാ റസഖക്കുമുല്ലാഹ്, നിങ്ങൾക്കല്ല നല്ല ആപ്പിളും ഉറുമാനും ഈത്തപ്പഴവും മുന്തിരിയും ഒക്കെ നൽകുന്നു, അതിൽ നിന്ന് ഒന്നും വേണ്ട ഒരാപ്പിൾ ഇങ്ങെറിഞ്ഞു തരുമോ? ഒരു ഉറുമാൻ, ഒരു മുന്തിരിക്കായ ഇങ്ങെറിഞ്ഞു തരുമോ? ഒന്ന് തൊണ്ട നനക്കാനാണ് എന്ന് നരകത്തിലുള്ള ബന്ധുക്കള് സ്വർഗത്തിലേക്ക് അങ്ങ് വിളിച്ചു പറയുമ്പം ഖാലൂ, സ്വർഗക്കാരുടെ മറുപടി, ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ. കഥയല്ലോ, ഇപ്പൊ ഈ പറഞ്ഞ ഖുർആനാ. സൂറത്തുൽ അറാഫ്, സൂറത്തുൽ അറാഫ്, സൂറത്തുൽ അറാഫാണ് ഈ കേൾക്കുന്നത്. സൂറത്തുൽ അറാഫ് 50-51 ആയത്. ഹാലു, അപ്പൊ സ്വർഗാവകാശികൾ തിരിച്ചു പറയാണ്, എന്തേ, നിങ്ങൾക്ക് വെള്ളം വേണമെന്നോ, നിങ്ങൾക്ക് ഭക്ഷണം വേണമെന്നോ, നിങ്ങൾ നമ്മളെ വേണ്ടപ്പെട്ടോല, നിങ്ങളെ സഹായിക്കാൻ താല്പര്യമുണ്ട്, പക്ഷെ എന്ത് ചെയ്യാനാ? ഇന്നല്ലാഹ ഹറമഹുമാ, അല്ലാഹു ഈ സ്വർഗത്തിലെ ഭക്ഷണവും വെള്ളവും ഹറാമാക്കിയിരിക്കുകയാണ്. ഈ വെള്ളം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇതാ ഹറാമാക്കി കളഞ്ഞിരിക്കുകയാണ്. അലൽ കാഫിരീൻ, നന്ദി കെട്ട വർഗത്തിന് ഇത് ഹറാമാക്കി കളഞ്ഞിരിക്കുകയാണ്. തരാൻ ഒരു ന്യായവുമില്ല, നിങ്ങളന്ന് നന്ദി കേട് കാണിച്ചത് കൊണ്ടല്ലേ. വനാദാ അസ്ഹാബുൻ നാരി അസ്ഹാബൽ ജന്ന, സൂറത്തുൽ അറാഫ് ഒന്ന് വായിക്കാം.
ആ പറഞ്ഞത് ആയത്തിന്റെ അർത്ഥാണ് നേരത്തെ കേട്ടത്. ഇനി ആ ആയത്തൊന്ന് കേട്ടോ. വനാദാ അസ്ഹാബുന്നാരി അസ്ഹാബൽ ജന്ന, നരകക്കാര് സ്വർഗക്കാരെ വിളിക്കും. അന്നഫീദു അലൈനാ മിനൽ മാ, നിങ്ങളെ അടുത്തുള്ള വെള്ളം കുറച്ചങ്ങ് ചൊരിച്ചു തരുമോ എന്ന് ചോദിക്കും. ഔ മിമ്മാ റസഖക്കുമുള്ള, അല്ലെങ്കിൽ അള്ളാഹ് നിങ്ങൾക്ക് നൽകിയ ഭക്ഷണത്തിൽ നിന്ന് അല്പം ഇങ്ങിട്ട് തരുമോ എന്ന് ചോദിക്കും. ഖാലൂ, അപ്പൊ അവര് പറയും ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ, അള്ളാഹു ഇത് നന്ദികെട്ട വർഗത്തിന് ഹറാമാക്കിയിരിക്കുന്നു സ്വർഗത്തിലെ ഭക്ഷണവും വെള്ളവും. ആരായി കാഫിരീൻ എന്ന് പറഞ്ഞത്? നന്ദികെട്ട വർഗം. ഒന്നും കൂടെ വിശദീകരിക്കുന്നു. അല്ലദീന തഖദൂ ദീനഹും ലഹുവൻ വലഇബാ, മതത്തെ പന്താടിയവർ. അല്ലദീന തഖദൂ ദീനഹും ലഇബൻ വലഹുവ, മതത്തെ കളിയും തമാശയുമാക്കിയവർ. നിസ്കരിക്കാൻ പറഞ്ഞാലും പുതുമല്ല, നോമ്പൊൽക്കാൻ പറഞ്ഞാലും പുതുമല്ല, ഔറത്ത് മറച്ച പെണ്ണേ എന്ന് പറഞ്ഞാൽ പുതുമല്ല, ഉമ്മാനും ബാപ്പാനും നോക്കാതിരിക്കണ്ടട്ടോ പാഠം പഠിക്കുന്നു പറഞ്ഞാൽ പുതുമല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദീനിനെ കൊച്ചാക്കി. എന്ത് സുഖല്ല എന്നല്ലാതെ എന്താ അവരെ പറ്റി പറയാൻ? ദീനി ചുറ്റുപാടിൽ ജീവിക്കുന്നവരെ അവരൊരു പോരായ്മയുള്ളവരായി കാണാണ്, ഇവരൊരു അന്തംഗമികളായി കാണാണ്. എന്നിട്ട് ദീനിനെ കൊച്ചാക്കി കുതിരയാക്കി കളിച്ച് ദീനിനെ വിനോദമാക്കി മാറ്റി കളിയും തമാശയുമാക്കി മാറ്റിയ നന്ദി കെട്ട വർഗത്തിന് ഇത് ഹറാമാണ്. അവരെ പറ്റിച്ചത് ഭൗതിക ജീവിതത്തിന്റെ ടിപ് ടോപ്പാണ്. ഭൗതിക ജീവിതത്തിന്റെ ടിപ് ടോപ്പ് അവരെ പറ്റിച്ചതാണ്. അതുകൊണ്ട് അല്ലാഹ് പറയാണ് ഫൽയൗമ നൻസാഹും, ദുനിയാവിന്ന് നിങ്ങൾ നമ്മളെ ഓർത്തില്ല, നിങ്ങൾ പറ്റ മറന്നില്ല എന്നെ. അല്ലാഹ് ചോദിക്കാൻ, എന്നെ നിങ്ങൾ പറ്റ മറന്നില്ലേ, പാടേ മറന്നു കളഞ്ഞില്ലേ? എങ്കിലേ ഫൽയൗമ നൻസാഹും, ഇന്ന് നിങ്ങളെ നമ്മളും മറക്കുന്നു. ഫൽയൗമ നൻസാഹും, ഇന്ന് ഈ ടീമിനെ നമ്മളും മറക്കുക. കമാ നസൂ, അവര് മറന്നതുപോലെ ഇങ്ങനെ ഒരു നാളിനെ മീറ്റ് ചെയ്യാനുണ്ട്, കണ്ടുമുട്ടാനുണ്ട് എന്ന ബോധം അവര് മറന്നുപോയില്ലേ? എങ്കിൽ അതേ രൂപത്തിൽ നമ്മളും അവരെയും മറക്കുകയാണ്. അവർ നമ്മുടെ പൊള്ളുന്ന ആയത്തുകളെ നിഷേധിച്ചിരുന്നു എന്ന കാരണം കൊണ്ടും നമ്മൾ അവരെ തള്ളുകയാണ്, നമ്മൾ അവരെ മറക്കുകയാണ്. സൂറത്തുൽ അറാഫ് 50-51. ഇതൊക്കെ ശരിക്കും മനസ്സിൽ തട്ടിയാൽ ഇതുപോലെ ബേജാറാവണ്ട. സ്വർഗം ഞാൻ പറഞ്ഞുതരാം. സ്വർഗം ഇവിടെ വരും ചർച്ചക്ക്. ചിലരിത് മാത്രമാണ് കേട്ടിട്ട് പഠിച്ചോനെ ഉറക്കം വരൂലല്ലോ ഉസ്താദേ, ഇത് ഇങ്ങനെ നരകം മാത്രം കേട്ടാല് ഇന്നത്തോടുകൂടെ വയത് തീരുന്നില്ലല്ലോ. നാളിമ്പ നല്ല സ്വർഗ വിവരണങ്ങളൊക്കെ നമുക്ക് പറയാം. അതൊക്കെ ഇവിടെ വരുന്നുണ്ട്, സ്വർഗത്തെ പറ്റിയുള്ള പരാമർശം വരുന്നുണ്ട്. അവിടെ വെച്ച് അത് പറയാം. എപ്പ പറയുന്നു ഇതൊന്ന് തലയിൽ കയറി കിട്ടണം. ഇത് തലക്ക് പിടിച്ചു കിട്ടിയാല് ഒരുപാട് തോന്നിയാസങ്ങളുടെ എണ്ണം കുറയും, ജീവിതത്തിൽ ഒരു നല്ല മാറ്റം ഉണ്ടാകും. സുബ്ഹാനല്ലാഹ്. അങ്ങനെ പിന്നെ ഇവരെ അങ്ങ് വിടും. ആരെ വിടും? സ്വർഗാവകാശികളെ വിടും. ഇവരോട് പറഞ്ഞിട്ട് കാര്യമല്ല, ഇവരിപ്പോ നമുക്ക് ഹറാമും ഹലാലും പഠിപ്പിക്കുക. അതുകൊണ്ട് ഇവരോട് ഞാൻ ചോദിച്ചിട്ട് കിട്ടൂല, വിട്ടു. ബാപ്പയാ മകനാ ഭാര്യയാ ഭർത്താവാന്നൊക്കെ മറന്നുപോയി, എന്ത് ചെയ്യാനാ? ഏതായാലും കുറ്റം നമ്മളെ അടുത്ത് തന്നെ, നമുക്ക് അന്ന് ബോധം ഉണ്ടായില്ല, വിട്ടു. പിന്നെയും വിളിക്കും മാലിക് അലൈഹിസ്സലാമിനെ, തുടർന്ന് വിളിക്കും മാലിക് അലൈഹിസ്സലാമിനെ. മാലിക്കിനെ വിളിച്ചിട്ട് കരയും. 40 കൊല്ലം മാലിക് മിണ്ടൂലാന്ന്. 40 സന, 40 കൊല്ലം നിരന്തരം വിളിക്കും, മാലിക്കെ ഒന്ന് സഹായിക്കുവോ, ഈ നരകത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു തരുമോ, നീ എവിടുന്നെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തുവോ? 40 കൊല്ലം കഴിയുമ്പോൾ സുമ്മയു ജീബുഹും, പിന്നെ അവർക്ക് മാലിക് ഉത്തരം നൽകും. എന്താ ഉത്തരം? ഇന്നക്കും മാക്കിസൂൻ, ഇന്നക്കും മാക്കിസൂൻ. എന്താ ഉത്തരം? ഇന്നക്കും മാക്കിസൂൻ, നിങ്ങൾക്ക് വെള്ളം കിട്ടാൻ പോകുന്നു എന്നല്ല അതിന്റെ അർത്ഥം. കേട്ടോ, അതിന് ഖുർആൻ പറഞ്ഞത് പറയാം. ഖുർആൻ പറഞ്ഞത് പറയാം. ആയത്തോതുമ്പോഴാണ് കൂടുതൽ വിശ്വാസം കിട്ടുക. സൂറത്തു സുഖ്റുഫ്, സൂറത്തു സുഖ്റുഫിൽ അല്ലാഹ് പറഞ്ഞു വനാദൗ യാ മാലികു, അവര് മാലിക്കിനെ വിളിക്കും, ഓ മാലിക്കേ, ലിയഖ്ളി അലൈനാ റബ്ബുക്, ഞങ്ങളെ റബ്ബ് ഞങ്ങളെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കട്ടെ, ഞങ്ങളെ കാര്യമൊന്ന് ഫൈനലാക്കട്ടെ. ഒന്നങ്ങ് കൊന്നു കളഞ്ഞാ മതി, മരിപ്പിച്ച് കളഞ്ഞാ മതി, എന്നാ പിന്നെ വേദന അറിയൂലല്ലോ. അല്ലെങ്കിൽ ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെടുത്തി തരണം, എന്തെങ്കിലും ഒരു ഫൈനൽ ഡിസിഷൻ ഞങ്ങളുടെ കാര്യത്തിൽ എടുത്തേ പറ്റൂ മാലിക്കേ.
അപ്പൊ മാലിക് 40 കൊല്ലം മിണ്ടൂല. 40 കൊല്ലം കഴിഞ്ഞിട്ട് പറയും ഖാല ഇന്നകും മാകിസൂൻ. 40 കൊല്ലം കഴിഞ്ഞിട്ട് അതുവരെ മിണ്ടാതെ പിന്നെ മാലിക് മിണ്ടുമ്പോ പറയുന്ന വാക്കൊന്ന് നോക്ക്. രക്ഷപ്പെടുത്തോ 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 4 വട്ടല്ലേ പറയുള്ളൂ. 40 കൊല്ലം നിരന്തരം പറയുമ്പോ മാലിക് തിരിച്ചു പറയും ഇന്നകും മാകിസൂൻ. എന്തേ നിങ്ങൾ ചോദിച്ചത്? പുറത്തു പോകാൻ വല്ല മാർഗം ഉണ്ടോന്നോ? ഇന്നകും മാകിസൂൻ. നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഇവിടെ പാർക്കേണ്ടവരാണ്. അങ്ങനുണ്ട്, നിങ്ങൾ ഇവിടെ പാർക്കേണ്ടവരാട്ടോ, നിങ്ങൾ ഇവിടെ തന്നെ കഴിഞ്ഞുകൂടേണ്ടവരാണ്. ഇന്നകും മാകിസൂൻ. അല്ലാഹുവേ, ഈ ഒരു വീട് പടച്ചോനെ ഇതിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ, കാക്കണേ അല്ലാ. നല്ല അമർത്തി ആമീൻ പറഞ്ഞു. ഒരു സദസ് നാമീൻ പറഞ്ഞത് കാരണമായിട്ട് രക്ഷപ്പെടും. സയ്യിദുനാ റസൂലുള്ളാഹി പറയുന്നുണ്ട്, സ്വർഗത്തിൽ കടന്നിട്ട് അങ്ങനെ ഒരു ടീം പറയുന്നുണ്ട്, അങ്ങനെ ഒരു ടീം പറയും. എങ്ങനെയാടാ നമ്മൾ ഇവിടെ എത്തിയത് എന്ന് ചോദിക്കും. വേറൊരു വകുപ്പും കാണില്ലാണ്ട് എത്താനേ. അപ്പൊ നമ്മളൊക്കെ എന്തായാലും എത്തിയാ അങ്ങനെ ചോദിക്കൂലേ, എങ്ങനെയാടാ നമ്മളിവിടെ എത്തിയതെന്ന്. കാരണം നമ്മളെ കാൽക്കുലേഷൻ അനുസരിച്ച് പൊരിക്കലാണ്ട് എത്താനുള്ള വകുപ്പില്ല. എന്നാൽ നമ്മൾ സ്വർഗത്തിലാണ്ട് എത്തുകയാണെങ്കിൽ അപ്പൊ നമ്മൾ ചോദിക്കൂലേ, എങ്ങനെയാടാ നമ്മൾ സ്വർഗത്തിൽ എത്തിയത്? അപ്പൊ അതിന് മറുപടി സൂറത്ത് തൂറിലുണ്ട് ഈ ആയത്ത്. അതിന്റെ മറുപടി എന്താ അറിയോ? കുന്നാനദുഊഹു മിൻ ഖബൽ. നമ്മൾ ദുനിയാവെന്ന് പടച്ചവനോട് ദ്വാരക്കാറുണ്ടായിരുന്നു, നരകത്തെ തൊട്ട് രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേ. ആ ഏതെങ്കിലും ഒരു ദ്വാര പടച്ചവൻ കബൂലാക്കി ഉണ്ടാവും. അതുകൊണ്ട് എത്തിയതാന്ന് പറഞ്ഞിട്ട് സന്തോഷിക്കും. അപ്പോൾ സഹാബത്ത് എഴുന്നേറ്റിട്ട് ചോദിച്ചു, നബിയെ, ഏതോ ആയിരക്കണക്കിന് മജ്ലിസുകളിൽ പ്രാർത്ഥിച്ചു, ഏതോ ഒരു മജ്ലിസിലെ പ്രാർത്ഥന സ്വീകരിച്ചു, അങ്ങനെ സ്വർഗം കിട്ടിയെന്നാണോ പറയാം? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ, അല്ല, മറിച്ച് മിൻ മജ്ലിസി കദാ വകദാ ഫീ മൗദിഇ കദാ വകദാ. മുത്തുനബിയുടെ വാക്ക. ഇന്നാലിന്ന സ്ഥലത്തെ ഇന്നാലിന്ന മജ്ലിസിൽ. വലിയ പറമ്പത്തെ സപ്തദിന ഖുർആൻ പ്രഭാഷണത്തില് സൂറത്തുൽ മആരിജിന്റെ ചർച്ചയില് അന്ന് മനസ്സ് വെന്തുരുകി നിങ്ങൾ ചൊല്ലി ആമീന്റെ ഫലമാ മക്കളെ നിങ്ങൾ ഇവിടെ എത്തിയത് എന്ന് സ്വർഗത്തെന്ന് പറയാൻ അള്ളാഹു നമുക്ക് അവസരം നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പടച്ചോനെ, ഈ സാധുക്കളെയും എന്നെയും നീ ആ കൂട്ടത്തിൽ പെടുത്തണേ അല്ലാ. അങ്ങനെ തന്നെ പറയാം. മിൻ മജ്ലിസി കദാ വകദാ ഫീ മൗദിഇ കദാ വകദാ. സയ്യിദുനാ റസൂലുള്ളാഹി. ഇന്നാലിന്ന മജ്ലിസിൽ, ഇന്നാലിന്ന സ്ഥലത്ത്, ഇന്നാലിന്ന മജ്ലിസ്. ഇത്ര കൃത്യമായിട്ട് പറയുന്ന, അങ്ങനെ ഓർമ്മ ഉണ്ടാവുന്ന, അതിന് പറ്റാവുന്ന ഒരു സദസ്സാക്കി അള്ളാഹു ഈ സദസ്സിനെ മാറ്റി തരട്ടെ. ഇതും കൂടെ അങ്ങ് കേൾക്കുമ്പോ നിങ്ങളവിടെ കിടന്നടാ, നിങ്ങൾക്ക് രക്ഷല്ല എന്ന് കേൾക്കുമ്പോ നരകാവകാശികൾ എല്ലാ ഹൈറിനെ തൊട്ടും അവർ നിരാശരാകും. ഇനി പ്രതീക്ഷല്ല എന്ന് പറഞ്ഞ് നരകത്തിൽ പോയി പിന്നെയും നിലവിളിച്ച് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടേ ഇരിക്കും. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾക്ക് സലാമത്ത് നൽകണേ അല്ലാഹ്.